പ്രതീക്ഷിച്ച പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല. വധശിക്ഷ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കും. രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ CPIM-നെ ഈ കേസിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ച നിലപാടിനെ ഫലപ്രദമായി ശക്തിയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നില സ്വീകരിക്കും. 2019 ഫെബ്രുവരി 17 കേരളീയ മനസാക്ഷിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ദിനം. നാടിന്റെ പ്രിയപ്പെട്ടവരായിരുന്ന 2 ചെറുപ്പക്കാർ പെരിയ എന്ന ഗ്രാമത്തിൽ അരുംകൊല ചെയ്യപ്പെട്ട ദിനം. അതും കേവലം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ. രാഷ്ട്രീയ കളികളുടെ ഏറ്റവും മോശം കാലമായിരുന്നു പിന്നീടുള്ള അന്വേഷണ വേള. പല രാഷ്ട്രീയ കൊലപാതകങ്ങളെ പോലെ യഥാർത്ഥ പ്രതികൾ കാണാമറയത്താകാമായിരുന്ന സംഭവത്തിൽ 2 കുടുംബങ്ങളുടെ ആർജവം കേസിനെ ശരിയായ വഴിക്കെത്തിച്ചു. മനുഷ്യ മനസാക്ഷിയും ഉണർന്നപ്പോൾ ശക്തി കേന്ദ്രങ്ങളിൽ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതും കണ്ടു CPM എന്ന പാർട്ടി. ഒരിക്കലും മാപ്പർഹിക്കാത്ത കൊലപാതകം. കുടുംബത്തിന്റെ പ്രതീക്ഷകളായിരുന്ന 2 ചെറുപ്പക്കാർ ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഇടയിലൂടെ നെഞ്ചു വിരിച്ചു നടക്കേണ്ടിയിരുന്നവർ. കൊല്ലവിളിച്ചവരെ ഇന്ന് കോടതി ശിക്ഷിച്ചു. മുൻ MLA മുതൽ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം വരെയാണ് ശിക്ഷിക്കപ്പെട്ടത്. ഈ കൊലയാളികളെ കാണാൻ ഇന്നും കോടതിയിലെത്തി CPM നേതാക്കൾ. കൊലപാതക രാഷ്ട്രീയത്തെ വെറുക്കുന്ന തള്ളുന്ന ഒരു സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും ഇനിയും നിയമവഴികൾ തേടുമെന്നും പ്രതികൾക്ക് പാർട്ടിക്കാരായതുകൊണ്ട് അവർക്കൊപ്പമാണ് എന്ന നിലപാട് പരസ്യമായി വ്യക്തമാക്കി. ചോദിക്കുകയാണ്, നിർത്തിക്കൂടെ ഇനിയെങ്കിലും ഈ അക്രമ രാഷ്ട്രീയം? ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ M. ജയചന്ദ്രൻ ഇടനിരീക്ഷകൻ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. NM പിയേഴ്സൺ രാഷ്ട്രീയ നിരീക്ഷകൻ ചർച്ചയിലുണ്ട്. വസന്ത് സിറിയക്ക് കോൺഗ്രസ് നേതാവും ഈ ചർച്ചയുടെ ഭാഗമാവുകയാണ്. ആദ്യം ശ്രീ സത്യനാരായണൻ, വേദനയോടെ ആണെങ്കിലും ഒരു വലിയ അഭിനന്ദനം താങ്കൾക്ക് നൽകട്ടെ. കാരണം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നമുക്കറിയാം. നിങ്ങൾ പോരാടിയത് വലിയ ശക്തികളോടാണ്, സർക്കാർ സംവിധാനത്തോടാണ്. നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സർക്കാർ നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചപ്പോൾ ആർജവത്തോടെ അതിനെ നേരിട്ട 2 കുടുംബങ്ങളുടെ വിജയമാണ് ഇന്ന്. വിജയമെന്ന് അതിനെ പറയാം വ്യക്തമായും. നമുക്ക് ദുഃഖത്തോടെയാണ്, വലിയ പ്രയാസത്തോടെയാണ് എങ്കിൽ പോലും. ഈ ദിവസത്തെ എങ്ങനെ കാണുന്നു സത്യനാരായണൻ? ഈ ദിവസം നമ്മുടെ ഇതുവരെയുള്ള പ്രയത്നം, ഞങ്ങളുടെ മാത്രമല്ല കൂട്ടായിട്ടുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും നമ്മുടെ അഭിഭാഷകർ അതുപോലെയുള്ള ഈ വലിയൊരു നല്ലവരായ സമൂഹത്തിൻ്റെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 6 വർഷമായി നമ്മൾ നിരന്തരം ഇതിനു വേണ്ടി ഈ എറണാകുളം CBI കോടതിയിൽ കയറി ഇറങ്ങുന്നു. അതുപോലെ തന്നെ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടെ നിൽക്കുന്നു. ഇത്രയും കഷ്ടപ്പാടും ത്യാഗവും സഹിച്ച മറ്റൊരു കേസന്വേഷണം വേറെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇത് സുപ്രീം കോടതി വരെ നമ്മുടെ ഈ CBI അന്വേഷണത്തിന് വേണ്ടി സുപ്രീം കോടതി വരെ ഒരു സർക്കാരിനെതിരെയാണ് ഞങ്ങൾ പോകുന്നത്. അതാണ് ഒരു വിരോധാഭാസം എന്ന് മാത്രമല്ല, ഒരിക്കലും ഒരു നാട്ടിൽ ഭരണാധികാരിയും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പാർട്ടിയാണെങ്കിൽ പിന്നെയും നമുക്ക് സഹിക്കാം, പക്ഷെ ഒരു സർക്കാർ ചെയ്യേണ്ട ഒരു കടമയാണോ ഉത്തരവാദിത്തമാണോ ഇത്? അപ്പോൾ നമ്മൾ ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെയൊക്കെ ഒന്നുമല്ലാതെ കാണുന്നു. അവർ കൊല്ലപ്പെടേണ്ടവരാണ്. ഞങ്ങൾ പാർട്ടി വളർത്തണമെങ്കിൽ കൊലപാതകം നടത്തണം, അവിടെ കയറി ആ നാട് കയറി പിടിക്കണം, അവിടെ വോട്ടുണ്ടാക്കണം. ഈ ഒരു പാർട്ടി വളർത്താനുള്ള ഒരു സംവിധാനമായി മറ്റു മനുഷ്യരെ കൊല്ലുന്ന ഒരു പതിവ്, അതായത് വളർന്നു വരുന്ന ചെറുപ്പക്കാരെയാണ് കൂടുതലും ഈ ഒരു നോട്ടമിട്ടിരിക്കുന്നത്. ഏത് നാട്ടിലും നടക്കുന്ന സംഭവമാണ്. പക്ഷെ ഞങ്ങളത് ശക്തമായി പൊരുതി. അത് എല്ലാ മേഖലയിലും അരിച്ചുപെറുക്കി ഇവരെ ഒരു ഭയപ്പാടില്ലാതെ, അതായത് നമ്മൾക്ക് ഇനി മുമ്പോട്ട് ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ, കേരളത്തിലാകെയില്ല മറ്റുള്ളവർക്ക് CPM-കാരല്ലാത്തവർക്ക് ജീവിക്കണമെങ്കിൽ ഈ നാടിന് തന്നെ കൊടുക്കുന്ന ഒരു താക്കീതായി മാറണം. അതാണ് അവർക്ക് ആത്മവിശ്വാസത്തോടെ ഒരു വീട്ടിൽ കിടന്നിറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാകണമെങ്കിൽ ഇതിന് തക്ക ശിക്ഷ വാങ്ങിച്ചു കൊടുത്തേ പറ്റുന്നുള്ള ഒരു ആത്മബോധത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പുറത്താണ് ഞങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്തതും അതിന് കൂട്ടുനിന്നവരാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രചോദനം നൽകിയതും. അല്ലെങ്കിൽ ഒരു സർക്കാരിനെ നേരിട്ട് ഈ 14 പേർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾക്ക് പറ്റിയതും.
അത് ഇതിൻ്റെ നാൾ വഴി പറഞ്ഞാൽ ഒരുപാടുണ്ട്. അത് പറയാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടുന്ന ഇല്ല. അതൊക്കെ തീർച്ചയായും. പക്ഷെ അപ്പോഴും 6 വർഷം നീണ്ട നിയമപോരാട്ടം, 20 മാസത്തോളം നീണ്ട വിചാരണ നിങ്ങളെ നിരാശപ്പെടുത്തിയ, നിങ്ങൾക്ക് പുറകോട്ട് പോകണമെന്ന് മനസ്സുകൊണ്ട് മടുത്ത ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം അത്രത്തോളമായിരുന്നു ഈ കേസിന്റെ പല ഘട്ടങ്ങളിലും അട്ടിമറിക്കാനുള്ള ശ്രമവും ഇടപെടലും, പണം ഖജനാവിൽ നിന്ന് മുടക്കിയ പണത്തിന്റെ ഒരു കൊഴുപ്പും ധാരാളിത്തവും ഒക്കെ ഒരുപാട് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്ത് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചു. അത് എല്ലാ തരത്തിൽ നിന്നും ഉള്ള ഈ ഭരണപക്ഷത്തു നിന്നും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കുകളെ എങ്ങനെയാണ് തരണം ചെയ്യാൻ സാധിച്ചത് സത്യനാരായണൻ? അത് തരണം ചെയ്യാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നത്, ഒരു സർക്കാർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇരകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ, ഇവിടെ 100-150ഓളം സോളിസിറ്റർ ജനറൽമാരും അതൊരു അഡ്വക്കേറ്റിന്റെ സമൂഹം തന്നെ, ഒരു വലിയ സംഘം തന്നെ ഈ സർക്കാർ എത്രയോ കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് ഇവിടെ പോറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഉപയോഗിച്ചും കൊണ്ട് പോകുന്നവിടെ ലക്ഷക്കണക്കിന് രൂപ ഓരോ ദിവസത്തെയും സിറ്റിങ്ങിന് കൊടുത്തിട്ട് ഡൽഹിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കാശ് പോകുന്നത് ഇവിടെ വേറെ കോടിക്കണക്കിന് രൂപ വെറുതെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ എന്തിനാണ് ഇവരെ 150 പേരെ ഇവിടെ വെക്കുന്നത്? അതെല്ലാം നമ്മളെ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി, ജനസംരക്ഷണത്തിനും നാടിൻ്റെ പുരോഗതിക്കും പ്രവർത്തിക്കണ്ടേ ഒരു സർക്കാരാണ്. ഇവിടെ ഇത്രയും കാശ് കളഞ്ഞു, പിന്നെ പോയി ലക്ഷങ്ങളുടെ സമ്പത്ത് വാരി കോരി കൊടുത്ത് ഡൽഹിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുമ്പോഴും നമ്മുടെ പ്രയാസം ഒരു മനുഷ്യൻ ആയി പിറന്ന ആൾക്കാർ ചിന്തിച്ചാൽ മനസ്സിലാവും. എത്ര പ്രയാസപ്പെട്ട ഒരു വ്യക്തിയോടല്ല, ഒരു പ്രസ്ഥാനത്തോടല്ല, ഒരു സർക്കാരിനോട് നേരിടുമ്പോൾ പ്രയാസങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഈ സമ്പത്തുകളൊക്കെ നമുക്ക് ഈ സമ്പത്തൊന്നും വേണ്ട, ഈ കേസ് നേരിടാൻ സർക്കാർ ചെയ്തു തരേണ്ടതാണ്. അപ്പോൾ സർക്കാർ ചെയ്തു തരാത്തത്തോളം കാലം ഇതിൻ്റെ പിന്നിൽ നമ്മൾ ഈ സാമ്പത്തികമായിട്ട് ചെറിയ പൈസയൊന്നും പോരാ. ഇവിടെ കോടിക്കണക്കിന് പേർക്ക് സർക്കാർ മുടക്കുമ്പോഴും നിങ്ങൾക്കറിയാം, ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾക്ക് ഒരു സമൂഹം നമ്മുടെ പിന്നിൽ നിലയുറപ്പിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും പോകാൻ പറ്റിയത്. അത് ഇവിടുത്തെ നമ്മുടെ ദേവിയുടെ ദൈവാനുഗ്രഹം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ആ ദേവിയുടെ തിരുമുമ്പിൽ നിന്നാണ് നമ്മുടെ ഈ കുട്ടികൾ എങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു വിധിക്ക് ദൈവത്തിൻ്റെ ഒരു ശരിയായ ഈ വിശ്വസിക്കുന്ന ദേവിയിൽ അത്ര അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോയതും അതിന് തക്ക ഫലം കിട്ടിയതും. പക്ഷേ അത് ഇന്നിപ്പോൾ എന്നെ എത്ര കണ്ട് ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല എന്ന് പറഞ്ഞാലും ഇതിപ്പോൾ കോടതി മാത്രമല്ല, ഈ സമൂഹം മൊത്തം CPM-കാർക്കും പോലും ഇത് ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് പുറത്തു പറയാൻ ഒരു പ്രസ്ഥാനത്തിന് ഏറ്റുപറയാൻ അവർ പറയൂല. അവർ നുണപ്രചരണം മാത്രമേ നടത്തൂ. അതുകൊണ്ട് ജനങ്ങൾ ബോധവാന്മാരാണ്. ജനങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാം ഇവർ തന്നെ ചെയ്തത് ആസൂത്രണം ചെയ്ത കൊലയാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് CPM-ന് പോലും അറിയാം. പക്ഷെ അവർക്ക് കാര്യങ്ങളുണ്ട്. അവർക്കത് പാർട്ടിയെ ചെന്നെത്തുമ്പോഴില്ല ആ ഒരു പ്രയാസം കാരണം കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് കള്ളങ്ങൾ എത്ര കണ്ട് ഇവർ പറയുന്നുണ്ടോ അത്ര കണ്ട് ജനങ്ങൾക്ക് ഇവരെ അവിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് CBI കോടതിയിലെത്തിയ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ കണ്ടു. പ്രതികൾക്ക് അനുകൂലമായ പ്രസ്താവന നടത്തുന്ന CPM ജില്ലാ സെക്രട്ടറിയെ കണ്ടു. LDF കൺവീനറെ കണ്ടു. അങ്ങനെ ഇന്നും അവർ ഈ പ്രതികൾക്കൊപ്പമാണ്, ഈ കൊലപാതകികളെന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടവർക്കൊപ്പമാണ്. താങ്കൾ പറഞ്ഞൊരു പ്രസ്താവന ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. അതായത് കൊല്ലിക്കുന്നവരാണ് ശരിയായ കൊലയാളികൾ, പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഈ കൊല്ലിക്കുന്നവരിലേക്ക് കൂടി കാര്യങ്ങൾ എത്തണം എന്ന് പറഞ്ഞത് ആർജവത്തോടെയാണ് താങ്കൾ. അതിനുള്ള നിയമപോരാട്ടം തുടരാൻ തന്നെയല്ലേ? പുറത്തു നിൽക്കുന്നവരും ഇതുമായി ബന്ധപ്പെട്ട്, ഈ കൊലപാതകത്തിന് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയവരെയും ശിക്ഷിക്കപ്പെടണം, അവരെയും വിട്ടുകൂടാ. അതിനുള്ള പോരാട്ടവും തുടരുമല്ലോ അല്ലേ? അതിൻ്റെ പോരാട്ടം തന്നെ നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കൊല്ലിക്കുന്നവൻ ഇല്ലെങ്കിൽ ഈ കൊല്ലാൻ ആളുണ്ടാവില്ല. കൊല്ലിക്കുന്നവൻ രക്ഷപ്പെടുത്താനുള്ള മാർഗവും അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കാനുള്ള മാർഗവും അവരെ കുടുംബത്തിനെ പോറ്റാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് എല്ലാ സഹായവും നൽകിക്കൊണ്ടാണ് ഈ കൊല്ലിക്കുന്നവനാണ് ഇതിന് പരിപൂർണ്ണ ഉത്തരവാദി. അങ്ങനെ ഒരു മനുഷ്യൻ മുകളിൽ ഇല്ലെങ്കിൽ, ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ഇല്ലെങ്കിൽ, ഒരു കുഞ്ഞു പോലും ഈ തെറ്റ് ചെയ്യാൻ നിൽക്കില്ല. അവർക്ക് പിടിക്കപ്പെട്ട ശിക്ഷ കിട്ടുമെന്ന് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ കിട്ടുന്ന ബോധവാനായ ഏത് താഴെത്തട്ടിലുള്ള ഏത് ആൾക്കാരും ഏത് പാർട്ടിക്കാരായിക്കോട്ടെ ഒരാളെ ഉപദ്രവിക്കാനോ കൊല്ലാനോ കിട്ടൂല. പക്ഷെ ശിക്ഷ കിട്ടുന്നില്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാശുണ്ടാക്കാനും ജനങ്ങളെ ഇടയിൽ
പിന്നെ വലിയ ആളായി നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് CPM കാരൻ. എന്ത് തെറ്റും ചെയ്താലും ഒരു പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ക്രൂരമായ ഈ പ്രവർത്തനത്തിൽ ഇവർ ഏർപ്പെടുന്നത്. അത് നമ്മൾക്ക് മറ്റു കാര്യങ്ങളിൽ കൂടെ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവർ പരസ്പര വിരുദ്ധമായ പ്രശ്നങ്ങളില്ല? ഇവിടെ മാത്രം എന്തേ? അവിടെ പോയാൽ ശിക്ഷ കിട്ടും, അവിടെ സംരക്ഷിക്കാൻ ആളില്ല, അവിടെ തെറ്റ് ചെയ്യാൻ പോകില്ല, കൃത്യമായ ജോലി ചെയ്തു ശമ്പളം വാങ്ങി കുടുംബം പോറ്റുന്നവരാണ്. ഇവിടുന്ന് ഏത് പാർട്ടിക്കാർ പോയാലും അങ്ങനെയാ തന്നെ. പക്ഷെ ഇവിടെ വരുമ്പോൾ സംരക്ഷിക്കാൻ ആളുകളുണ്ട്. അപ്പോൾ ക്രിമിനലെ വളർത്തുക എന്നുള്ള ഉദ്ദേശം തന്നെ ഈ പാർട്ടിയുടെ വോട്ട് പിടുത്തമാണ്. അത് അവിടെ ആ മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആർക്കും ജീവിക്കാൻ പറ്റാത്ത നിലയിലാക്കി ഇവർ പറഞ്ഞ ചെപ്പടി നക്കിക്കൊണ്ട് അവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കുന്നതാണ് ഇവർ പാർട്ടി ഗ്രാമങ്ങൾ. അപ്പോൾ അവിടെ ജനാധിപത്യമില്ല, നീതിയില്ല. ഇതിനെ എതിരെയാണ് നമ്മൾ പോരാടിയത്. അതിൻ്റെ ഫലം ഇപ്പോൾ കണ്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് ആത്മസംതൃപ്തിയുണ്ട്. എങ്കിലും ഇനിയും ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. നമ്മൾക്കതിന് യാതൊരു ഭയവുമില്ല. ഏതായാലും നമ്മൾക്ക് വേണ്ടത് നഷ്ടപ്പെടേണ്ടത് നമുക്ക് ആ മൂല്യം കണക്കാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നമ്മൾ സങ്കടങ്ങളുണ്ട്. അത് നഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും ഈ നാട്ടിൽ ഒരാളെയെങ്കിലും ഇവൻ കത്തിയെടുക്കുമ്പോൾ ആദ്യം ചിന്തിക്കണം, നമ്മൾ കഴിയേണ്ട പോകേണ്ട ഗതികേടിലേക്ക് പോകുമെന്നുള്ള വളരെ വലിയ സന്ദേശമാണ്. കോടതി അത് വളരെ കൃത്യമായി തന്നെ അത് പറയുകയും ചെയ്തു. കാരണം കൊലപാതക രാഷ്ട്രീയത്തിലൂടെ അക്രമ രാഷ്ട്രീയം മൂലം 2 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസാണ് എന്ന് കോടതി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും താങ്കൾ ശരത്ലാലിന്റെ പിതാവ് പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ കൂടി ഈ വിധി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര വലിയ ഉന്നതനായാലും പ്രോസിക്യൂട്ടറും അത് പറയുകയുണ്ടായി. അധികാരവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് കരുതുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് പെരിയ കേസിലെ ഇരട്ടക്കൊലപാതക കേസിലെ വിധി എന്ന് പറയുകയാണ്. ശ്രീ M. ജയചന്ദ്രൻ, ഇന്നും നാണമില്ലാതെ കോടതിയിലെത്തിയ 2 പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അതിലൊന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി N. മോഹനും CPM ജില്ലാ സെക്രട്ടറി അംഗം ദേവദാസനും. പാർട്ടി പ്രവർത്തകരാണ്, ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് പറയുകയാണ്. അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് CBI ഇവരെ പ്രതിയാക്കിയതാണ്, കാര്യങ്ങൾ ഉയർന്ന കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുമെന്ന്. വിധി അന്തിമമല്ലെന്നും നിയമപരമായ പോരാട്ടം തുടരുമെന്നും പറയുകയാണ് LDF കൺവീനർ. ഇവരെന്താണ് നമ്മുടെ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഇതിനെയൊക്കെ വെറുത്ത് അറപ്പ് കാട്ടുന്ന സമൂഹത്തിന് നേരെ ഇവർ പല്ലിളിക്കുകയാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത് ജയചന്ദ്രൻ? രഞ്ജിത്തെ, ഈ കേസിൽ ഇപ്പോൾ ഇന്ന് വിധി വന്നു, ശിക്ഷിക്കപ്പെട്ടു. ശിക്ഷ ഇന്നാണ് പ്രഖ്യാപിച്ചത്. അത് അത്രയും ആശ്വാസമാണ് കേരളീയ പൊതുസമൂഹത്തിനെ സംബന്ധിച്ച് ആ വിധി നൽകുന്നത്. ഏതൊരു രാഷ്ട്രീയ കൊലപാതകത്തിലും അത് ഈ പ്രതികളെ ശിക്ഷിക്കുന്നത് ആശ്വാസകരം തന്നെയാണ്. ഇവിടെയും ഞാനതിനെ പൂർണ്ണമായും ആശ്വാസകരമായ വിധിയായി തന്നെയാണ് കാണുന്നത്. പക്ഷേ ഒരു കാര്യം താങ്കൾ ചോദിച്ചത്, ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPMനോടുള്ള ചോദ്യം ആയിട്ടാണല്ലോ എന്നെ ബന്ധപ്പെടുത്തിയത്. അതിനെ ആ നിലയ്ക്ക് കാണുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആദ്യമായി ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ട് ചിത്രീകരിക്കേണ്ടതില്ല. അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർക്കല്ല. ഇപ്പോൾ ഇവിടെ സംസാരിച്ച അദ്ദേഹം ഞാൻ ഇന്ന് ഒരുപാട് ചാനലുകൾ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ, സത്യനാരായണൻ, ഞാനത് കേൾക്കുകയും ചെയ്തിരുന്നതാണ്. പൂർണ്ണമായിട്ടും ആ പിതാവിൻ്റെ വാക്കുകൾക്കൊപ്പം തന്നെയാണ് എൻ്റെയും മനസ്സും അഭിപ്രായവും. അതിലൊന്നും ഒരു തർക്കവും മാറ്റവുമില്ല. പക്ഷേ ഈ രാഷ്ട്രീയ കൊലപാതകം, ഇത് രാഷ്ട്രീയ കൊലപാതകവുമാണ്. പക്ഷേ രാഷ്ട്രീയ കൊലപാതകം ആദ്യത്തേതാണ് എന്ന മട്ടിലുള്ള ചിത്രീകരണങ്ങൾ വരുമ്പോഴാണ് മറ്റു ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ അല്ല, താങ്കളടക്കമുള്ള ചോദ്യകർത്താക്കളോട് ഓർമ്മിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കൊലപാതകളുടെ പാർട്ടിയാണ്. CPM കൊലക്കത്തി താഴെ വെക്കണം ഇനിയെങ്കിലും എന്ന് KK രമ ഉച്ചയ്ക്ക് തന്നെ പറഞ്ഞു, വിധി വന്നതിന് തൊട്ട് പിന്നാലെ ഒക്കെ പറഞ്ഞു. പക്ഷേ ആ പാർട്ടി, രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ 218 രക്തസാക്ഷികളുണ്ട്. ഔദ്യോഗികമായി അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അവർ മാത്രമാണ് ഒരു കൊലയാളി പാർട്ടിയെങ്കിൽ അവർക്ക് അത്രയും രക്തസാക്ഷികൾ ഉണ്ടാകാൻ ഒരു തരവുമില്ല, ഒരു ന്യായവുമില്ല എന്ന് സാമാന്യമായി ആരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഒടുക്കത്തെ പറഞ്ഞില്ല. പക്ഷേ ഭരണത്തിന്റെ തണൽ ഉപയോഗിച്ച്
ഒരുപക്ഷെ മനസ്സിലാക്കേണ്ട ഭരണത്തണൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നൽകാൻ CPM ഏറ്റവും പ്രകടമായി ഉപയോഗിച്ച ഒരു കേസ് കൂടിയാണ്. ഉദാഹരണമായിരുന്നു ഈ അഡ്വക്കേറ്റ് CK ശ്രീധരനെയൊക്കെ CPM അടർത്തിയെടുത്ത് മറുഭാഗത്ത് കൊണ്ടുപോകുന്നു. എന്താണ് കേസ് പ്രതികളെ ഇറക്കിക്കൊണ്ടുവന്ന മുൻ MLA രക്ഷിക്കാൻ ശ്രമിക്കുന്നു, പ്രതിപട്ടികയിൽ വരുന്നില്ല, പിന്നീട് CBI വേണ്ടി വരുന്നു. കൂട്ടിലടയ്ക്കപ്പെട്ട തത്ത എന്ന് പാർട്ടി വിശേഷിപ്പിക്കപ്പെടുന്ന CBI വേണ്ടി വന്നു ഈ പ്രതി സത്യം ഈ പറഞ്ഞ പോലെ കുടുംബത്തിന്റെ നീതി ലഭിക്കാൻ മുന്നിട്ടിറങ്ങാൻ. അത് വളരെ പ്രധാനമാണ്. അല്ല, അത് മാത്രം അത് ആ പറയുന്നത് വസ്തുതയാണോ, സത്യമാണോ, ശരിയാണോ എന്ന് താങ്കളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ ചില കാര്യങ്ങൾ പറയാം ഇതുമായി ബന്ധപ്പെട്ട്. ഇത് മാതാപിതാക്കളുടെ ആവശ്യപ്രകാരമാണ് ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ CBI അന്വേഷണത്തിന് വേണ്ടി ഹർജി ചെല്ലുന്നത്. അത് മാതാപിതാക്കളുടെ രണ്ടുപേരുടെ ആവശ്യമാണല്ലോ. ആ ആവശ്യം മുൻനിർത്തി ചെല്ലുമ്പോൾ സിംഗിൾ ബെഞ്ച് ചെയ്യുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രം റദ്ദാക്കുകയാണ് ചെയ്യുന്നത്. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം റദ്ദാക്കുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. അതിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നത്. സ്റ്റേറ്റാണ് പോകുന്നത്. പോലീസിനെ കുറ്റപ്പെടുത്തിയുള്ള നിരീക്ഷണങ്ങളാണ് സിംഗിൾ ബെഞ്ച് നടത്തുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ എതിർത്തുകൊണ്ടാണ് സ്റ്റേറ്റ് തന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നത്. ഡിവിഷൻ ബെഞ്ച് എന്താണ് ചെയ്തത്? ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയ കുറ്റപത്രം റീഇൻസ്റ്റേറ്റ് ചെയ്തു, പുനഃസ്ഥാപിച്ചു ഡിവിഷൻ ബെഞ്ച്. എന്നിട്ട് CBIയോട് പറയുന്നു, നിങ്ങൾ തുടർന്ന് അന്വേഷിച്ചോളൂ, പക്ഷേ നിങ്ങൾ സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് മാത്രം സമർപ്പിച്ചാൽ മതിയാകും. മറ്റേ ചാർജ് ഷീറ്റ് പൂർണ്ണമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമേ ഇല്ല, അത് നിലനിൽക്കും. അതെന്ന് പറഞ്ഞാൽ റിവോക്ക് ചെയ്തു. എന്നിട്ട് CBIയോട് ആവശ്യപ്പെടുന്നു സപ്ലിമെൻ്ററി കുറ്റപത്രം സമർപ്പിക്കാനായിട്ട്. അതാണ് കേരള ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും ഉണ്ടായ ആ പ്രശ്നം ഉണ്ടായത്. അത് കഴിഞ്ഞാണ് ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. ഈ ഭാഗം എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ വിട്ടുകളയുന്നത്? ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് പുനഃസ്ഥാപിക്കുന്നവരാണ്, കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ നിൽക്കുന്നില്ലേ? അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തെ ഈ ധാർമ്മികതയുടെ കാര്യത്തിൽ പൂർണ്ണമായും രക്ഷിതാക്കൾക്കൊപ്പമാണ് ഞാൻ ആദ്യമേ പറയുന്നു, ഇപ്പോഴും പറയും, നാളെയും പറയും. അതിലൊന്നും എനിക്ക് ഒരു സംശയം പോലുമില്ല. ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കാനും പാടില്ല. ഏത് ചെറുപ്പക്കാരനാണെങ്കിലും അത് രാഷ്ട്രീയമായിട്ടൊന്നുമല്ല കാണേണ്ടത്. ഒരു ചെറുപ്പക്കാരൻ്റെയും ജീവിതത്തെ സംബന്ധിച്ച് അത് അരാഷ്ട്രീയമായിട്ടും കാണുന്നില്ല. പക്ഷേ രാഷ്ട്രീയ കൊലകൾ അതിൻ്റെ പേരിൽ നടത്താനുള്ള അവകാശം ഒരു രാഷ്ട്രീയ കക്ഷിക്കുമില്ല. അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും മറ്റാരാണെങ്കിലും അതിനോട് യോജിക്കില്ല. പക്ഷേ ഈ പ്രശ്നം മാത്രമായിട്ട് എടുത്തുദ്ധരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പ്രശ്നം മാത്രമല്ല അങ്ങനെ ചെറുതായി കാണാൻ കഴിയില്ല. കാരണം നമുക്കറിയാം 1,14,00,000 രൂപ പൊതുപണം ചിലവാക്കി സംസ്ഥാനത്തെ പൗരന്മാർ 2 കുടുംബങ്ങൾക്ക് കൂടെ നിൽക്കേണ്ട സർക്കാർ സംവിധാനം പൂർണ്ണമായും അവർക്ക് നിൽക്കുക എന്ന് പറയുന്ന ഒരു പക്ഷേ കേട്ടുകളില്ലാത്ത കാര്യം തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമല്ലേ. അതിനെ നമുക്ക് അങ്ങനെ ചെറുതായി കാണിക്കാൻ പറ്റില്ല. ശ്രീ വസന്ത്, ഇവിടെ ന്യായങ്ങൾ ഒരുപാടുണ്ട് ഇന്ന് CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പാർട്ടിക്കാരാണ്, കൂടെ നിൽക്കുമെന്ന് പറയുകയാണ് ഉളുപ്പില്ലാതെ ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം. യാതൊരു സംശയമില്ല. നമുക്കറിയാം എന്തുകൊണ്ട് ഈ കാസർഗോഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ CPMന്റെ വളരെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന പല തെരഞ്ഞെടുപ്പുകളും സംഭവിച്ചു. അതിനുശേഷം കൊലപാതക രാഷ്ട്രീയത്തെ ജനം എത്രത്തോളം വെറുക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇവർക്ക് നേരം വെളുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ശ്രീ രഞ്ജിത്ത്, നോക്കൂ, കൊന്നത് മണികണ്ഠനും സജിയും ഈ കുഞ്ഞിരാമനും ഒക്കെ ആണെങ്കിൽ കൊലച്ചോറുണ്ടത് പിണറായിയും MV ഗോവിന്ദനുമാണ്. നാണമുണ്ടെങ്കിൽ, നാണം വേണ്ട, സ്വന്തം മക്കളുണ്ടല്ലോ, ഏതാണ്ട് ശരത്ലാലിന്റെയും കൃപേഷിന്റെ ഒക്കെ പ്രായത്തിൽ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള പ്രായത്തിൽ, ആ മക്കളോടെങ്കിലും മിനിമം ഒരു സ്നേഹമുണ്ടെങ്കിൽ, മനസാക്ഷി കുത്തുണ്ടെങ്കിൽ, കൊല്ലാൻ പറഞ്ഞു വിട്ടതും കൊല്ലിച്ചതും ആ കൊലച്ചോറ് തിന്നതും പോട്ടെ, എന്നിട്ട് അതിന്റെ ടേസ്റ്റ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് മേനി നടക്കാൻ ഇവന്മാർക്ക് നാണമുണ്ടോ? മനസാക്ഷി എന്ന് പറഞ്ഞത് ഹൃദയത്തിലുണ്ടോ? ഇപ്പൊ MJ പറയുകയാണ്, ഞാൻ വളരെ സൂക്ഷ്മമായി കേൾക്കുകയായിരുന്നു, എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. MJ പോലെ ഒരു സീനിയർ മാധ്യമപ്രവർത്തകൻ ഈ കൊലയൊക്കെ ഇങ്ങനെ ന്യായീകരിക്കുക എന്ന് പറയുന്നത്. ഇനി CPM ആണ് കൊല്ലപ്പെട്ടതെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായി, പിണറായി ഭരണത്തിൽ പോലും ഉണ്ടായി. പിണറായി ഭരണത്തിൽ നിങ്ങൾക്ക് രക്തസാക്ഷികൾ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകരുടെ ജീവനും സ്വത്തിനും പോലും സംരക്ഷണം കൊടുക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ട് ഏതെങ്കിലും നല്ല മരവാഴയുടെ വിത്ത് കിട്ടുമെങ്കിൽ മേടിച്ച് അവിടെ കൃഷി ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്നുള്ളതാണ്. നോക്കൂ, ശരത്ലാലിന്റെ സഹോദരി, അദ്ദേഹത്തിന്റെ പിതാവ് ഈ ചർച്ചയിലുണ്ട്. ശരത്ലാലിന്റെ സഹോദരി അമൃതയുടെ വിവാഹം നടക്കുന്നത് ഈ കൊലപാതകത്തിന് ശേഷമാണ്. ആ വിവാഹത്തിലേക്ക് ഒരു പൂമാല മേടിച്ചപ്പോൾ പോലും അതിൽ നിന്ന് പിഴിഞ്ഞെടുത്ത ടാക്സ് പണം വരെ കൊണ്ട് ഇവർ സുപ്രീം കോടതിയിലേക്ക് പോയത് നാണമുണ്ടോ നിങ്ങൾക്ക്?
ആ പൂമാല മേടിക്കുമ്പോ അവിടെ ഇവരുടെ കൊക്കിന് പിടിച്ച് കുരങ്ങിന് പിടിച്ച് SGST, ആ GST, ഈ GST എന്ന് പറഞ്ഞ് നിങ്ങൾ പിഴിഞ്ഞെടുത്ത ടാക്സ് പണം ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ഷുഹൈബിന്റെയും ഈ TP ചന്ദ്രശേഖരന്റെയും ഒക്കെ ഭാര്യമാർ, അവരുടെ അനാഥരാക്കപ്പെട്ട മക്കൾ, അവരുടെ വിധവകൾ, അവരുടെ കണ്ണീരടിഞ്ഞ കുടുംബം, അവരുടെ ടാക്സ് പണം കൊണ്ടാണ് നിങ്ങൾ അവരുടെ കൊല അന്വേഷിക്കാൻ വേണ്ടി, അവരുടെ കൊലപാതകത്തിൽ നിഷ്ഠൂരമായ വൃത്തികേട് കാണിച്ചവന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. MJ ചോദിച്ചില്ലേ ഈ കൊലപാതകത്തിൽ എന്താണ് വ്യത്യാസം? CPM നടത്തുന്ന കൊലപാതകങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട് MJ. കാരണം എന്താണെന്ന് അറിയാമോ? കണ്ണൂരിലെ കരുണ മെഡിക്കൽ കോളേജിൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കിടക്കുമ്പോ 5 ഡോക്ടർമാർ 5 മണിക്കൂറത്തെ ഓപ്പറേഷന് വിധേയരായി. എന്തിനാ? TP ചന്ദ്രശേഖരന്റെ ജീവൻ തിരിച്ചു പിടിക്കാനല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മുഖമിത ഈ തൊടയിൽ നിന്നും കൈയുടെ ഈ ഭാഗത്തു നിന്നുമൊക്കെ ദശ കണ്ടിച്ചെടുത്ത് തുന്നിച്ചേർത്ത് ആ മുഖത്തിന് ഒരു മനുഷ്യ സാദൃശ്യമായ മുഖമാക്കി മാറ്റാൻ വേണ്ടി 5 മണിക്കൂറത്തെ ഓപ്പറേഷൻ വേണ്ടി വന്നു. എന്നിട്ടാണ് നിങ്ങളുടെ പഴയ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ KK രമ എന്ന തന്റെ പ്രിയതമന്റെ മുഖത്ത് അന്ത്യചുംബനമെന്ന് കൊടുക്കാൻ ഇതാ ഇങ്ങനെ ചുണ്ട് വിറയാർന്ന് ചേർത്ത് പിടിക്കുന്ന ആ സ്ത്രീയുടെ മുമ്പിലേക്ക് അവർക്കൊന്ന് ചേർത്ത് ചുംബിക്കണ്ടേ അവസാനമായിട്ട്? അങ്ങനെ ചുംബിക്കാൻ അതിനൊരു മനുഷ്യക്കോലം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി 5 മണിക്കൂറത്തെ ഓപ്പറേഷൻ വേണ്ടി വന്നു. ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയല്ല MJ. 51 വെട്ട്. ആ വെട്ടിയവരെയാണ് കഴിഞ്ഞ ദിവസം മനസാക്ഷി എന്നുണ്ടല്ലോ, മനസാക്ഷി പരിഗണന എന്നൊന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ന്യായീകരിക്കുന്നത്. നോക്കൂ, അവന് പരോള് കൊടുക്കുമ്പോ ആ പരോള് കൊടുത്തതിനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്നത് CPMന്റെ ജില്ലാ സെക്രട്ടറി അല്ല, CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളല്ല, വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത വിജയരാഘവനല്ല, മറിച്ച് നിങ്ങൾ മാഷ് എന്ന് വിളിക്കുന്ന, നിങ്ങൾ പരിണിത പ്രജ്ഞൻ എന്ന് പറയുന്ന നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തി പറയാണ് കൊടുശ്ശിനിക്ക് മാനുഷിക പരിഗണന കൊടുക്കണം, മനുഷ്യാവകാശമുണ്ട്. ആ മനുഷ്യാവകാശം KK രമയ്ക്കുണ്ട്, ഈ ചർച്ചയിലുള്ള ഞങ്ങളുടെ ശരത്ലാലിന്റെ പിതാവിനുണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരിമാർക്കുണ്ട്, ഷുഹൈബിനുണ്ട്. ഷുഹൈബിന്റെ കാലിന് താലെ 33 വെട്ട്. നിങ്ങളുടെ പോലീസിന്റെ FIR 33 വെട്ട്. താലിബാൻ ചെയ്യുമോ ഇങ്ങനെ? ഒരു മനുഷ്യന്റെ മുഖത്ത് 51 വെട്ട് താലിബാൻ ചെയ്യുമോ ഇങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വലിയ കാര്യമായി പറഞ്ഞുള്ളൂ. ഇപ്പൊ MJ പറഞ്ഞു 200 രക്തസാക്ഷികൾ നിങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. പണ്ട് റഹീം പറഞ്ഞുകൊണ്ടിരുന്നത് 536 വാട്ട് എവർ ഇറ്റ് ഈസ്, കണക്കെന്തുമാവട്ടെ, ഏതെങ്കിലും ഒരു രക്തസാക്ഷി ഇത്രമാത്രം ക്രൂരമായി തീവ്രവാദികൾ ആക്രമിക്കുന്നത് പോലെ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഇരട്ടത്താപ്പിന്റെ കഥയും കൂടെ പറയാം. ഞാൻ അതാണ് MJ സംസാരിച്ചപ്പോൾ ചോദിച്ചത്, നിങ്ങളുടെ ആ 236 പുഷ്പനുണ്ടോ? പുഷ്പന്റെ കൂടെ കൊല ചെയ്യപ്പെട്ട 4-5 രക്തസാക്ഷികളുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ശാസ്ത്രീയ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെയാണ് അന്ന് സമരം നടത്തിയത്. ആ സമരത്തിലാണ് നിങ്ങൾ രക്തസാക്ഷികളെ ഉണ്ടാക്കിയത്, പുഷ്പനെ ഉണ്ടാക്കിയത്. ലാസ്റ്റ് പുഷ്പനെ വിട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ വോട്ടുണ്ടാക്കിയത്. എന്നാൽ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ശാസ്ത്രീയ മേഖല 100% പ്രൈവറ്റൈസ് ചെയ്ത സർക്കാരിന്റെ പേര് പിണറായി വിജയൻ ഗവൺമെന്റ് എന്നാണ്. അതായത് നിങ്ങളുടെ രക്തസാക്ഷികളോട് പോലും ഞങ്ങൾക്ക് അത്ഭുതമില്ല കേട്ടോ. ഞങ്ങളുടെ രക്തസാക്ഷികളെ പറ്റി നിങ്ങൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമില്ല. കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ രക്തസാക്ഷികളോട് പോലും കൂറില്ലാത്ത, നിങ്ങളുടെ രക്തസാക്ഷികളോട് പോലും നെഞ്ചുറപ്പില്ലാത്ത, സ്നേഹമില്ലാത്ത, കരുണയില്ലാത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് CPM എന്ന്. തിരിച്ചു വരാം. ഇവിടെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്, കൊലപാതക രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ കുറെ ഒരു പുനർവിചിന്തനമൊക്കെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ സംഭവിക്കുന്നില്ല. കാരണം സമൂഹത്തിന്റെ ഒരു രീതി തന്നെ മാറി. പുതിയ തലമുറയ്ക്കുമായാലും ഈ പറയുന്ന പൊതുവെ കേരളീയ സമൂഹത്തിനായാലും ഒക്കെ ഇതിനെ പാടേ നിരസിക്കുന്ന, പണ്ടത്തെ പോലെ ഈ ഒരു കൊലപാതകം നടക്കുമ്പോൾ തിരിച്ചു കൊല്ലുക ആ സംവിധാനമൊക്കെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് സംഭവിക്കുന്നില്ല എന്നുള്ള ആശ്വാസകരമാണ്. പക്ഷേ അപ്പോഴും നമുക്കറിയാം ഈ പാർട്ടിയുടെ ഇന്നത്തെ ഈ നേതാക്കന്മാരുടെ പ്രസ്താവനയെ എങ്ങനെ കാണണമെന്നുള്ളതാണ്. കോടതി ശിക്ഷിച്ച പ്രതികളെന്ന് പറഞ്ഞ വളരെ കൃത്യമായി ശിക്ഷ കൊടുത്ത ആളുകളെ വീണ്ടും ന്യായീകരിക്കുകയാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കുഞ്ഞിരാമൻ, മുൻ MLA KV കുഞ്ഞിരാമന്റെ പേരുള്ള കുറ്റം അന്വേഷണം തടസ്സപ്പെടുത്തിയെന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അന്വേഷണത്തെ സഹായിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഇതെന്ത് കണ്ടെത്തലാണ്, എന്ത് വിഡ്ഢിത്തമാണ്, എന്തൊരു പ്രസ്താവനയാണിത്? ശ്രീ NM പിയേഴ്സൺ. അല്ല, ഇതിൻ്റെ നമ്മള് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു കാരണവശാലും ന്യായീകരിക്കാനായിട്ട് പറ്റുകയില്ല എന്ന ഒരു ഫ്രെയിമിലേക്ക് നമുക്കിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം. കാരണം ഇതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രവർത്തകനെ വെട്ടിക്കൊല്ലുമ്പോൾ എതിരാളികളുടെ തലയെടുത്തുകൊണ്ടാണ് അതിന് പകരം വീട്ടിയിരുന്നത്. അതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം.
അതിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുണ്ടാക്കാനായിട്ട് ഈ കാലത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മാനുഷികമായിട്ടുള്ള ഊർജം പകരുന്ന ഒരു കാര്യമാണ്. ഇവിടെ ശരത് ലാലിന്റെയും അതല്ലെങ്കിൽ കൃപേഷിന്റെയും ഒക്കെ കുടുംബങ്ങൾ നടത്തിയ പോരാട്ടം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഒരു മനുഷ്യനും ഒരു തെരുവിലും കത്തിക്കിരയായി വീഴാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അവൻ ഏത് പാർട്ടിക്കാരനായിക്കൊണ്ട് നമുക്കൊരു പ്രശ്നമല്ല. മനുഷ്യനെ രാഷ്ട്രീയമായിട്ട് കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊറ്റ അർത്ഥമുള്ളൂ, ഓർഗനൈസ്ഡ് മർഡർ ആണ്. പല കൊലപാതകങ്ങളും നടക്കാറുണ്ട്, അതൊക്കെ അത്യാഹിതം പോലെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ അതല്ല, കരുതിക്കുട്ടി വളരെ ആസൂത്രിതമായിട്ട് ഒരാളെ കശാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കശാപ്പ് ചെയ്യുന്ന സമയത്ത് ആ കശാപ്പ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള വ്യക്തിയുടെ രൂപവും അതേപോലെ തന്നെ മനുഷ്യമുഖവും ഒക്കെ വെട്ടിക്കീറി നശിപ്പിക്കാനായിരുന്നു. അത്ര പ്രാകൃതവും അതേപോലെ തന്നെ പൈശാചികമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രത്തെ മാറ്റിയെടുക്കുക? അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിരുന്നത്. ആ മനഃശാസ്ത്രത്തെ പൊളിക്കുകയാണ് ചെയ്യുന്നത്. ആ പൊളിക്കുന്നതിലുള്ള വലിയ പങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ രക്തസാക്ഷികളാക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊലയപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള 2 കുടുംബങ്ങളുടെ ആ കുടുംബങ്ങളുടെ മുഴുവൻ അംഗങ്ങളും, ഞാൻ അവരെ കുടുംബങ്ങൾ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. അവർ നടത്തിയ പോരാട്ടം എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിന് വേണ്ടി, കേരളീയ സമൂഹത്തിന്റെ മനസ്സാക്ഷിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇവിടെ മറ്റൊരാളും നമ്മുടെ തെരുവിൽ ഇനി അങ്ങനെ അറുകൊല ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ആസൂത്രിതമായി, ഞാൻ ആ വാക്ക് കൃത്യമായിട്ട് പറയാണ്, ഓർഗനൈസ്ഡ് മർഡർ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ എത്രയോ നിസ്സഹായനാണ് ഇങ്ങനെ ഓർഗനൈസ്ഡ് മർഡറിന് വേണ്ടിയുള്ള സംവിധാനത്തിലേക്ക് ഒരു പ്രസ്ഥാനം മാറിക്കഴിയും. ഒരു പ്രസ്ഥാനം മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം ചെയ്തിരുന്നു. ഇവിടെ അതിശക്തമായിട്ട് CPM-നെതിരെ സമൂഹം ഉണരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണെന്നുള്ളതാണ്. അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു പൗരൻ ഇത്തരത്തിൽ ഏതെങ്കിലും തെരുവോരങ്ങളിൽ കൊത്തി നുറുക്കപ്പെടുന്നുണ്ടെങ്കിൽ അയാളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് സർക്കാരിനുള്ളത്. ആ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഈ സമൂഹത്തിലെ ഓരോ പൗരനെയും സംരക്ഷിക്കുമെന്നുള്ളതാണ്. അവന്റെ സ്വത്തിനെ സംരക്ഷിക്കും, അവന്റെ ജീവനെ സംരക്ഷിക്കും. അങ്ങനെ ഇരിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ ഈ സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ട് കൊലയാളികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതികൾ കയറി ഇറങ്ങുന്നത്. ആ കാഴ്ചപ്പാട്, അതിന്റെ കൺസെപ്റ്റാണ് പ്രശ്നം. അങ്ങനെ ചെയ്യാനായിട്ട് ഒരിക്കലും പാടില്ല. അങ്ങനെ സംസാരിക്കുന്നതേ തന്നെ നമുക്ക് അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുക. നമുക്കറിയാം, നമ്മുടെ അഡ്വക്കേറ്റ് സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ നല്ലതിനും ചീത്തക്കും വേണ്ടി നിലനിൽക്കുന്ന ആളുകൾ. ഒരാൾ വലിയ തരത്തിലേക്ക് യൂദാസിനെ പോലെ പണം വാങ്ങി മാറി എന്നൊക്കെ പറയാം. എന്തൊരു അപമാനമാണ്, എന്തൊരു ക്രൂരതയാണ് മനുഷ്യ സമൂഹത്തിലാണ് അവരെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇവരൊക്കെ ജീവിക്കാൻ നടക്കുകയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ വലിയ ഒരു അർത്ഥമാണ് യഥാർത്ഥത്തിൽ ഈ കേസിലൂടെ കോടതിയും അതേപോലെ തന്നെ പൊതുസമൂഹവും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മനുഷ്യർ കുത്തി നുറുക്കപ്പെടാനുള്ളതല്ല, അവര് ജീവിക്കാനുള്ളതാണ്. അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്, അവരെ ജീവിക്കാൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ആത്യന്തികമായ ചുമതല എന്ന് പറയുന്നതാണ്. ആ ചുമതലയ്ക്ക് നേരെയാണ് ചുരുക വീഴ്ചയിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അതാണ് തിരുത്തേണ്ടത്. ആ തിരുത്തണം. ആ കൺസെപ്റ്റ് പാടില്ല. അങ്ങനെ ആരും സംസാരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. തീർച്ചയായും അതാണ് പ്രധാനം. സത്യനാരായണൻ, ഇവിടെ നമുക്കറിയാം, ഈ ആദ്യഘട്ടത്തിൽ താങ്കളുടെ കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടി അഡ്വക്കേറ്റ് CK ശ്രീധരൻ. അദ്ദേഹത്തെ അടക്കം അടർത്തിയെടുത്താണ് നിങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന് ഈ പാർട്ടി തയ്യാറായത് എന്നത് ഏറ്റവും പ്രധാനമാണ്. അദ്ദേഹമൊക്കെ എത്രത്തോളം നിങ്ങളെ ആ സംഭവങ്ങളൊക്കെ വേദനിപ്പിച്ചു, നിങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചു. അത്തരക്കാർക്കുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ കോടതി വിധി എന്നാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിച്ചത്. അത് ശരിയാണ്. അത് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, CK ശ്രീധരൻ എന്ന് പറഞ്ഞ ക്രിമിനൽ വക്കീൽ കേരളത്തിലേക്ക് പ്രഗത്ഭൻ എന്ന് പറയുമ്പോഴും അത് വ്യാജമാണ് എന്ന് നമുക്ക് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമൂഹത്തോട് അയാളെ ഇമേജ് എന്ത് കെട്ടിപ്പൊക്കിയത് എങ്ങനെ എന്നുള്ളതൊക്കെ ഈ കേസോടുകൂടി ഇത് പഠിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് തൊട്ടാൽ CK ശ്രീധരൻ്റെ വക്കീൽ പണി നിർത്തി പോണ്ടി വരും. ഈ കേരളത്തെ വെറുക്കപ്പെടും, ഇയാൾ നീചനായി മാറുമെന്നുള്ള ഞാൻ വ്യക്തമായിട്ട് സന്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും പ്രമാദമായ കേസാണ്. ഞങ്ങളുടെ കൂടെ നിന്ന് ഈ കോൺഗ്രസ് പാർട്ടിയുടെ സംവിധാനത്തിൻ്റെ ഉന്നതനായ ഈ ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലടക്കം നിന്ന ഒരു വ്യക്തി, ഞങ്ങൾക്കൊരു ആശ്വാസം നൽകുന്നൊരു വ്യക്തി, അദ്ദേഹം നേരെ തിരിഞ്ഞ് പാർട്ടി ഏതും പോയിക്കോട്ടെ, പ്രശ്നമില്ല, പാർട്ടിയിൽ ആർക്കും എവിടെ പോകുന്നതിന് ആർക്കും ഒന്ന് ചെയ്യാൻ പറ്റും, അത് അവരെ ഒരു സൗകര്യമാണ്. പക്ഷെ അവിടെ പോയി ഇതിൻ്റെ നമ്മുടെ കുട്ടികളുടെ വക്കാലത്ത് അവർക്ക് വേണ്ടി KB കുഞ്ഞിരാമൻ പോലുള്ള 3-4 ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വക്കാലത്ത്
വക്കാലത്ത് ഏറ്റെടുത്തത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവരെ ഇന്ന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം പറയുന്നു നമ്മുടെ കേസിന്റെ വിജയമെന്ന്. എവിടെ വിജയം? KV കുഞ്ഞിരാമനെ പോലത്തെ ആൾക്കാർക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്തിട്ട് ഇന്നിപ്പോൾ ജയിലിൽ കിടക്കുന്ന സമയത്തും അയാൾ പറയുന്നത് നമ്മുടെ കേസിന്റെ വിജയമാണ്. അയാളുടെ മനസ്സാക്ഷിയെക്കുറിച്ചും അയാളുടെ ധാർമ്മികതയെക്കുറിച്ചും ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മനുഷ്യനായി പിറന്നവൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പഠിപ്പും വിവരവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാം, എങ്ങനെ കാശുണ്ടാക്കാമെന്നില്ല നിലയിലേക്ക് മനുഷ്യൻ മാറിയാൽ എങ്ങനെ? അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ജയചന്ദ്രൻ അദ്ദേഹം ഒരു ബഹുമാനപ്പെട്ട വ്യക്തിയാണ് നമുക്ക് തോന്നുന്നു. പക്ഷേ അദ്ദേഹവും പറയുന്നത് ഇത് കൺമുമ്പിൽ കണ്ടവും പ്രവർത്തിച്ചതുമായ ഈ കേരളത്തിലെ ഓരോ നിജസ്ഥിതി, ഓരോ കൊലപാതകങ്ങളെയും അത് ഒന്ന് ഇപ്പോൾ അദ്ദേഹം ഒന്നും ഇത്രയും പ്രായം ആയടക്കം അത് നമ്മൾക്ക് ഇതിന് ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റേതിനെ ന്യായീകരിക്കാൻ പോകുമ്പോൾ വളരെ പ്രയാസമുണ്ട്. കാരണം നിങ്ങൾക്കെല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ കിട്ടുന്ന ഈ ജനങ്ങളുടെ മനസ്സിനകത്ത് കിട്ടുന്ന നിങ്ങൾക്കൊരു വിലയുണ്ട്. നിങ്ങൾ അതിനെ മറ്റുള്ളവരെ അതുകൊണ്ട് ഇത് ഇങ്ങനെ മറ്റതുണ്ടെങ്കിൽ മറ്റത് അങ്ങനെ എന്ന് പറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് വിഷമം. കാരണം അത് ഇതേപോലുള്ള ഈ കൊലപാതകത്തിന് നിങ്ങളടക്കം ഇങ്ങനെ പറയുന്നവരടക്കം ഒരു സപ്പോർട്ടാണെന്നാണ് ജനങ്ങൾക്ക് തോന്നാറുള്ളത്. ഇല്ലെങ്കിൽ ഇത്രയും നീചമായ പ്രവൃത്തി കോടതി കണ്ടെത്തിയിട്ട് കൃത്യമായി ശിക്ഷിച്ചതിന് നിങ്ങൾ ഇതിന് കൂട്ടുനിൽക്കുന്നു, മറ്റുള്ള രീതിക്കുന്നുണ്ട്. അതെന്തേ അങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരല്ലേ? ഇടതുപക്ഷത്തിന്റെ ആൾക്കാർക്ക് എവിടെയെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിടിക്കപ്പെടേണ്ട വ്യക്തിയാരി ആഭ്യന്തരം വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരാന്ന്. അത് പിടിക്കപ്പെട്ടാൽ പോരെ? ഇതെന്തിനാ മറ്റു പാർട്ടിക്കാരോട് അത് അവിടെ പോയില്ലേ അവരെ പിടിക്കപ്പെട്ടോ എന്ന് ചോദിക്കുന്നത്? ആരോടാ ചോദിക്കുന്നത്? ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഞങ്ങളോ പോയിട്ട് പിടിക്കുക? അതിന് ശിക്ഷ കൊടുക്കേണ്ടതും പിടിക്കപ്പെടേണ്ടതും ചെയ്യേണ്ടതും ഇവിടുത്തെ സർക്കാരല്ലേ? അത് ചെയ്യാതെ ഇവിടെ എല്ലാറ്റിനെയും അതേ ചെയ്യാതിരിക്കാൻ വേറെ കാരണങ്ങളുണ്ട്. അത് നമ്മൾക്കറിയാം. CPM പാർട്ടിക്ക് രക്തസാക്ഷികൾ എപ്പോഴും ആവശ്യമാണ്. അത് അവരുണ്ടാക്കിയെടുക്കും. അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നല്ലെങ്കിൽ BJP എന്നല്ലെങ്കിൽ മറ്റ് പാർട്ടികളിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കേണ്ട രക്തസാക്ഷിയെ കൊണ്ട് ഈ പാർട്ടി വളർത്തുന്ന ഒരു പാർട്ടിയാണെന്നറിയാം. അത് പരസ്പര കലഹമുണ്ടായാലും ഇവിടെ കണ്ണൂർ ബോംബ് പൊട്ടിക്കഴിഞ്ഞാലും അവർ സ്വന്തം കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിക്കഴിഞ്ഞാലും മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവരെ എടുത്ത് രക്തസാക്ഷിയാക്കിയിട്ട് മറ്റ് പാർട്ടിയുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാനും അവർ ഒന്നതിനെ അല്ലാതാക്കാനും മാത്രമാണ് ഇവരെ രാഷ്ട്രീയ പ്രവർത്തനം, ഇപ്പോൾ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം. ഈ പിണറായി ഇത് പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടന്ന് ഈ രീതിയിലെ ക്രിമിനൽ വളർത്താൻ വേണ്ടിയാണ്. പക്ഷേ അതിന് മുമ്പേ ഞാൻ പറയുന്നില്ല, നയങ്ങളുണ്ടായിരുന്നു, അവർക്ക് കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു, പല കാര്യം നല്ല ഭരണാധികാരികളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നടക്കുന്ന സംഭവം കൺമുമ്പിൽ കണ്ട് അനുഭവിച്ചിട്ട് പറയുന്ന നമ്മൾ ജയചന്ദ്രൻ അദ്ദേഹത്തെ പോലുള്ള പ്രമുഖ വ്യക്തികളൊക്കെ അത് കൃത്യമായി ഇത് തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഈ നാട്ടിൽ നിങ്ങളെ ബഹുമാനിക്കാനേ ആളുണ്ടാവും. ഇതിന് കൂട്ടുകൂടുമ്പോൾ നിങ്ങൾ ഈ കൊലപാതകത്തിനടക്കം നിങ്ങളും അതിൽ പങ്കുണ്ട് എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുക. കാരണം ഒരാളെ കൊന്നു വീഴുമ്പോൾ മറ്റാളെ കൊന്നില്ലേ എന്നുള്ള ചോദ്യം വരുമ്പോൾ തന്നെ ഇതിൽ കൂടുതൽ വിഷമങ്ങളില്ല, അങ്ങനെ കൊന്നില്ലേ എന്ന് ചോദിക്കുന്ന അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിനകത്തും അത്ര ശുദ്ധമായ ഒരു ആത്മാർത്ഥമായി നിങ്ങൾ പറയുന്ന വാക്കല്ല അത് ശരിയല്ല എന്ന്. അത് ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ചെയ്തവരെ കൃത്യമായും അത് ഏത് രാഷ്ട്രീയക്കാരാണെന്നില്ല, ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് ആർക്കും പറഞ്ഞതല്ല. അത്ര നീചമായ പ്രവൃത്തി ചെയ്തിട്ടും നിങ്ങളെപ്പോലും ബഹുമാനപ്പെട്ട ഈ നാട്ടിൽ ജീവിച്ച് അനുഭവ പരിചയമുള്ള ഇത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞിട്ട് അനുഭവമുള്ള ആൾക്കാർ അതിനെതിരെ കൃത്യമായി നിലപാടെടുക്കേണ്ട മനുഷ്യരാണ് നിങ്ങൾ. ഒരു കണിക പോലും ന്യായീകരിക്കരുത്. അതിന്റെ നിയമവഴികളായാലും ഈ പാർട്ടി മറ്റു കൊലപാതകങ്ങളുമായി ഇതിനെ കമ്പയർ ചെയ്യുകയും മറ്റും ചെയ്യുകയും അത്തരം കാര്യങ്ങൾ ഒരു കണിക പോലും ന്യായീകരിക്കരുത് നിലപാടുള്ള ആളാണ് ഞാൻ. അത് യാതൊരു സംശയവുമില്ല. കാരണം പൊതുവേ നമ്മുടെ പരമാവധി ജനങ്ങളും നമ്മുടെ സമൂഹത്തിലെ പരമാവധി ജനങ്ങളും ഇത്തരം കാര്യങ്ങളോട് മാറി നിൽക്കുന്ന ആളുകളാണ്, യാതൊരു താല്പര്യമില്ലാത്ത ആളുകളാണ്. കേവലം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി രണ്ട് ചെറുപ്പക്കാർ അവിടെ ഒരു പാർട്ടിക്ക് ഭീഷണിയായി വരുമെന്ന അതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം അവരെയും വളരാൻ അനുവദിക്കണം, അവരും സമൂഹത്തിൽ അവരെ ജീവിക്കാൻ അനുവദിക്കണം. അതിപ്പോൾ ഇങ്ങനെ ഇവരോട് പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയമവഴികൾ അതിൻ്റെ മറ്റു കാര്യങ്ങളെ ഒന്നും ഒരു ശകലം പോലും ന്യായീകരിക്കരുത്. അത് ശരിയുമല്ല. എന്നോടാണോ രഞ്ജിത്ത്? അതെ 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 തീർച്ചയായും ശ്രീ സത്യനാരായണൻ, അദ്ദേഹത്തോടാണ് അദ്ദേഹം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, താങ്കളുടെ ശ്രദ്ധയിലേക്കും കൂടെയാണ്. നമ്മൾ തമ്മിൽ യാതൊരു തർക്കത്തിൻ്റെയും ഒരാവശ്യവുമില്ല. ബഹുമാനപ്പെട്ട ശ്രീ സത്യനാരായണൻ,
അതിൻ്റെ പ്രശ്നമേ ഇല്ല. അതായത് നമ്മൾ തമ്മിൽ അങ്ങനെ തർക്കം അവശേഷിക്കുന്ന പോലുമില്ല, എനിക്ക് അത്തരം വിയോജിപ്പുകൾ പോലുമില്ല. കാരണം ആ രണ്ടുപേരുടെയും പിന്നെ ഈ ഇല്ലാതാകൽ, അവർ ഈ ലോകത്തുനിന്ന് ഇല്ലാതാവുകയാണല്ലോ ചെറിയ പ്രായത്തിൽ. അതില്ലാതാകലുണ്ടാകുന്ന കടുത്ത വേദന എന്ത് എന്ന് ഞാൻ അനുഭവിക്കുന്ന ആളല്ല, പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വേദനയുടെ തീഷ്ണത അറിയാനുള്ളൊരു മനസ്സൊക്കെ എനിക്കുണ്ട്. അത്രയെങ്കിലും താങ്കൾ വിശ്വസിക്കുക എന്ന് എനിക്ക് അക്കാലത്ത് പറയാനുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പം ഞാൻ പറയുന്നത് CPM-നോ CPM-ൻ്റെ നേതാക്കന്മാർക്കോ അവരുടെ അണികൾക്കോ പിന്നെ സൂചിപ്പിക്കുന്നതാവണം എന്ന നിലയിൽ ചർച്ച ചെയ്യുന്ന ആളെയല്ല ഞാൻ ഒരു ചാനൽ ചർച്ചകളിലും. അതിപ്പോൾ എൻ്റെ കൂടെ നിന്ന് ചർച്ച ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ്, എനിക്ക് ഉള്ള സ്വതന്ത്രമായ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഞാൻ പറയാറുള്ളത്. ഈ കാര്യത്തിലും അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇപ്പോഴും അങ്ങനെയാണ് പറയുന്നത്, മേലിലും അങ്ങനെ പറയൂ. അത് ന്യായീകരിക്കുകയായിരുന്നില്ല ഞാൻ ചെയ്തത്. പക്ഷേ അവിടെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചില വിഷയങ്ങൾ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ ഈ കേസിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ചർച്ചയിൽ ഇടപെടാൻ കഴിയൂ. അത് പിന്നെ വസ്തുത അതാണല്ലോ, അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ കാര്യം പറയേണ്ടതുണ്ടല്ലോ. താങ്കളുടെ വികാരം പിന്നെ ഞാനത് ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുകയോ അല്ലെങ്കിൽ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയോ ചെയ്തുകൊണ്ടല്ല ഈ കാര്യം പറയുന്നതും ചെയ്യുന്നതും. ദയവായി അത് മനസ്സിലാക്കുക താങ്കൾ. ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് പറയുന്നത് കേരളീയ പൊതുസമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവരുത് നമുക്ക് ആഗ്രഹിക്കാനേ കഴിയൂ. അതും സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങനെ കഴിയൂ. കാരണം പിന്നെ ഈ അങ്ങേയറ്റത്തെ ഈ രാഷ്ട്രീയ എന്താ പറയുന്നത് വിശ്വാസങ്ങൾ തീവ്രമായി പുലർത്തുന്ന ആൾക്കാരുള്ള സംസ്ഥാനമാണ് ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഇക്കാര്യത്തിലുള്ള ഒന്നാം സ്ഥാനമുള്ള കേരളം. ഈ പിന്നെ പൊളിറ്റിക്കൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടി നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം, രാഷ്ട്രീയ ധ്രുവീകരണം. അപ്പോൾ അവിടെ ഈ ഒരു കേസ് കൊണ്ട് പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാവും. സാധാരണഗതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അറിയാമല്ലോ ചെയ്യുന്നത്, ഒരു സർവകക്ഷി യോഗം വിളിക്കുക, നേതാക്കന്മാർ ഇരുപക്ഷത്തുള്ളവർ അണിനിരക്കുക, പിന്നെ പ്രമാണിമാർ കൂടെ ചേർന്നുകൊണ്ട് ജില്ലാ കളക്ടറൊക്കെ ആയിട്ട് സമാധാന സമ്മേളനങ്ങൾ നടക്കുക. ഇതൊക്കെയാണ്, അതൊക്കെ പതിവ് കാഴ്ചകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷേ ഇത് പിന്നെ നമ്മുടെ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന മറ്റ് പല പരിഗണനകളും കൊണ്ടാണ്. നിങ്ങൾ കോൺഗ്രസ് വിശ്വാസികളോ പ്രവർത്തകരോ ആയതുകൊണ്ടൊന്നുമല്ല, ആ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതം എന്നുള്ള ഒറ്റ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടാണ്. അത് നമുക്ക് പിന്നെ ഒന്നവരുടെ പ്രായം, രണ്ട് ദിവസം മുമ്പ് തൃശ്ശൂരിലൊരു പയ്യൻ 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു പയ്യനാണ് ആരെയോ മാരകമായി കുത്തി കൊല്ലുന്നത്. അവനോട് നമുക്ക് തോന്നുന്ന അത് കഷ്ടം, ഇവനൊക്കെ ഇങ്ങനെ ആയി പോകുന്നല്ലോ എന്നാൽ അവനോട് തോന്നും, അല്ലാതെ അവനോട് വൈരാഗ്യമല്ല തോന്നുന്നത്. ഈ രണ്ട് ചെറുപ്പക്കാർ മരിക്കുമ്പോൾ അയ്യോ അവർ ഈ പ്രായത്തിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവേണ്ട ജീവിതങ്ങളല്ലല്ലോ എന്നേ നമുക്ക് തോന്നും. എനിക്കങ്ങനെ തോന്നും, ഞാൻ അങ്ങനെ തോന്നുന്ന ആളുമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ വക്താവായിട്ടോ അവരുടെ അഭിപ്രായങ്ങൾ പിന്നെ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്നതിനോ ഒരിക്കലും മുതിരാറില്ലാത്ത ആളാണ് ഞാൻ. നമ്മൾ തമ്മിൽ അതുകൊണ്ടാണ് പറഞ്ഞത്, വ്യക്തിപരമായി നമ്മൾ തമ്മിലൊരു തർക്കത്തിൻ്റെയും ഒരാവശ്യം അവശേഷിക്കുന്ന പോലുമില്ല. ഞാൻ താങ്കളുടെ ആ വ്യക്തിപരമായ ദുഃഖത്തിനൊപ്പം തന്നെയാണ്. അതിലെനിക്ക് യാതൊരു പിന്നെ ഒരു മാറ്റവുമില്ലാതെ ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. മറ്റ് കാര്യങ്ങൾ ഒരു പൊതു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ രാഷ്ട്രീയമായ കാര്യങ്ങൾ ആൾക്കാർ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്ന എനിക്ക് ആ കാര്യങ്ങളിൽ എന്നെക്കൊണ്ട് കഴിയുന്ന തരയിൽ ആ കാര്യം വിശദീകരിച്ച് പോകാൻ എനിക്ക് പറ്റൂ. പാർട്ടിയുടെ നിലപാട് പറയാൻ എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ CPM-ൻ്റെ നിലപാട് പറയുന്ന ആളുമല്ല. കാര്യം CPM-ൻ്റെ നിലപാട് പറയാൻ CPM-ന് ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ ഇപ്പം ഇവർ എന്നെ ടാഗ് ചെയ്തിരിക്കുന്നത് ഇടത് സഹയാത്രി എന്നോ അല്ലെങ്കിൽ ഇടത് നിരീക്ഷകനോ ആയിരിക്കും. അത് അവരാണ് ടാഗ് ചെയ്യുന്നത്, ചാനലുകാർ. ആ രഞ്ജിത്തിന് അറിയാം എങ്ങനെ ടാഗ് ചെയ്യണമെന്നുള്ളത്. അതല്ല CPM പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അത് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ശ്രീ സത്യനാരായണൻ പ്രകടിപ്പിക്കാറുള്ളത്. അതുതന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തത്. ഇതിൻ്റെ അകത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പിന്നെ രഞ്ജിത്ത് ഇവിടെ ബാക്കിയുള്ള പാനലിസ്റ്റുകളുടെ വസന്തും ഉണ്ടല്ലോ, അഭിഭാഷകനുമാണല്ലോ. ഇവിടെ ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം എന്ന് പറഞ്ഞു, അത് വസ്തുതാപരമാണോ എനിക്കൊരു സംശയമുണ്ടോ? അങ്ങനെ പ്രയോഗമില്ലെന്നാണ് അറിയാം. ജീവപര്യന്തം ഒന്നേ ഉള്ളൂ, അത് ജീവിതാവസാനം വരെ അങ്ങനെ തന്നെയാണ്. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇരട്ട ജീവപര്യന്തം പിന്നെ 20 കൊല്ലം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. രണ്ട് പേരുടെയും 2 ജീവപര്യന്തം, അത് ഓരോരുത്തരും ഓരോ ജീവപര്യന്തമായിട്ട് തന്നെ അനുഭവിച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ് കോടതിയിലെ തീർപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ KK രമ പറഞ്ഞപ്പോഴേക്ക് ഉച്ചയ്ക്ക് റിയാക്ട് ചെയ്തപ്പോഴേക്ക് അത് ഇരട്ട ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ 14 വർഷമാണെന്ന് തോന്നുന്നു എന്നൊരു അഭിപ്രായം അവരുടെ പിന്നെ അവർ പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞത്. അതടക്കമുള്ള കാര്യങ്ങൾ പിന്നെ ഇനിയിപ്പോൾ നിങ്ങളും മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, 10 പേരെ വെറുതെ വിട്ടിട്ടുണ്ട്.
അവരെ വെറുതെ വിട്ടതിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ TP കേസിൽ നമ്മൾ കണ്ടില്ലേ, അങ്ങനെയല്ലേ പുതിയതായിട്ട് 3 പ്രതികൾ വരുന്നത്, അവരിപ്പോൾ അകത്താണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മുമ്പോട്ട് പോകാനുള്ള എല്ലാ പിന്നെ വഴികളും ഉണ്ടാവട്ടെ, വിജയിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹവും ആശംസയും. അതിലൊന്നും ഒരു മാറ്റവുമില്ല ശ്രീ സത്യനാരായണൻ. ശരി വസന്ത്, ഇവിടെ നമുക്കറിയാം ഈ പാർട്ടി കോൺഗ്രസ് എന്ന സംഘടന ഈ കുടുംബങ്ങൾക്ക് കൊടുത്ത ഒരു പിന്തുണയുണ്ട്. അത് വലിയ തോതിൽ ആ പാർട്ടിക്ക് സഹായകരമായിട്ടുമുണ്ട്. പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ഒരാൾ CPM-ന്റെ ശക്തി കേന്ദ്രമായ കാസർഗോഡ് 2 തവണ ജയിക്കുന്നു. കണ്ണൂരിൽ അതിൻ്റെ പ്രകമ്പനമുണ്ടായി. വടകരയിൽ വലിയ തരത്തിൽ കൊലപാതക രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പുകളുണ്ടായി. അങ്ങനെ അനവധി കാര്യങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് അത്തരത്തിലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗുണഫലം അനുഭവിച്ച ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. ഇനിയും ഈ തരത്തിൽ തന്നെ ഈ വിഷയത്തെ ആർജവത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ ശ്രീ NM ബേഴ്സിലൊക്കെ പറഞ്ഞതുപോലെ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൂടാ എന്നുള്ളതിന് മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി കൂടിയാണ് കോൺഗ്രസ്. ഉറപ്പായും ശ്രീ രഞ്ജിത്ത്, ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും ആർക്കും നേരെ ആശയം ഉള്ളത് കൊണ്ട് തന്നെ ആയുധമെടുക്കാൻ പോകുന്നില്ല. ആയുധമെടുക്കുന്നവരെല്ലാം ആശയം കയ്യിലില്ലാത്തതിന്റെ പ്രശ്നം കൊണ്ട് അതെടുക്കുന്നവരാണ്. നോക്കൂ, ഇവിടെ തന്നെ ശരത് ലാൽ, കൃപേഷ് എന്ന് 2 യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ സംഘടനാ പ്രവർത്തനം നടത്തി വരുന്നു. കാലങ്ങളായി ജയിക്കാത്ത അവിടുത്തെ കോളേജിൽ KSU യൂണിറ്റ് കമ്മിറ്റി ഇടുന്നു. KSU യൂണിയൻ പിടിക്കുകയല്ല, യൂണിറ്റ് കമ്മിറ്റി ഇട്ടതേ ഉള്ളൂ. യൂണിറ്റ് കമ്മിറ്റി ഇട്ടതിന്റെ പേരിലാണ് തർക്കമുണ്ടാക്കി. അത് പ്ലാൻഡ് ആണ് എന്ന് പിന്നീട് CBI കണ്ടു, കോടതിയും കണ്ടു. തർക്കമുണ്ടാക്കി, അതിന്റെ പേരിൽ തർക്കമുണ്ടാക്കി ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മരണത്തിലേക്ക്, കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ വിധിയിലും തൃപ്തരല്ല. ശ്രീ രഞ്ജിത്ത്, ഞാൻ വളരെ റെസ്പോൺസിബിലിറ്റിയോട് കൂടിയാണ് പറയുന്നത്. ഈ വിധിയിൽ കോൺഗ്രസ് തൃപ്തി കാണുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ 2 സഹോദരങ്ങൾ വേർപെട്ടു പോകുന്നു, അത് ഒരേ സമയത്ത്. അതിന് പിന്നിൽ വളരെ വലിയൊരു ക്രിമിനൽ കോൺസ്പിറൻസി ഉണ്ടായിട്ടുണ്ട്. ഇത് റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് കേസാണ് എന്നാണ് കോൺഗ്രസ് കാണുന്നത്. അത് കോടതി അങ്ങനെ കണ്ടില്ല എന്നൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇപ്പം MJ ചോദിച്ചതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് 14 to 20 വർഷമാണ് ലൈഫ് ഇംപ്രസ്മെന്റ് എന്നുള്ളതാണ്. അത് വിവിധ കേസുകളിൽ, ഗുണ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് അടക്കമുള്ള കേസുകളിൽ സുപ്രീം കോടതി അത് ഇരട്ട ജീവപര്യന്തരം എന്ന് പറയുന്നത് ആ ഒരു ശിക്ഷയുടെ ഇന്റൻസിറ്റി ബോധ്യപ്പെടുത്താൻ വേണ്ടി ആവാം. മറ്റേത് ബാക്കി അപ് ടു അഡ്മിനിസ്ട്രേഷണൽ ലെവൽ ഡിസിഷൻ ആണ് എന്ന് സുപ്രീം കോടതി കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ കേസിൽ അപ്പീലുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഈ ശിക്ഷ പോരാ എന്ന് മാത്രമല്ല, വെറുതെ വിട്ട പ്രതികൾ, അവരുടെ പങ്ക് വളരെ വലുതാണ്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, കൊന്നവരെക്കാൾ ഞങ്ങൾ കാണുന്നത്, ഞാനടക്കം, രഞ്ജിത്ത് അടക്കം, NMPSN സാർ അടക്കം, MJ അടക്കമുള്ളവർ, കേരളത്തിന്റെ പൊതുസമൂഹം കാണേണ്ടത് കൊല്ലാൻ പറഞ്ഞു വിട്ടവരെയും കൊന്നതിന് ശേഷം കൊലച്ചോറുണ്ടവരെയുമാണ് ഏറ്റവും വലിയ ഭീകരവാദികളായി കാണേണ്ടത്, ഒറ്റപ്പെടുത്തേണ്ടത്. അങ്ങനെയുള്ള ഒരു കൂട്ടമാണ് വെളിയിലായത്. അങ്ങനെയുള്ള ഒരു കൂട്ടത്തെയാണ് ഇന്നത്തെ വിധിയിലൂടെ വെളിയിലാക്കപ്പെട്ടത്, വെറുതെ വിട്ടത്. അവരെ അങ്ങനെ വെറുതെ വിടാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ ഞങ്ങളുടെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ടാക്സ് പണം എടുത്ത് 50-60 ലക്ഷം കൊടുത്ത് ഇനി ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനെ കൊണ്ടുവന്നാലും കോൺഗ്രസിന്റെ ഏറ്റവും ഒടുക്കത്തെ പാർട്ടി ഫണ്ട് എടുത്ത് വിനിയോഗിച്ചാൽ പോലും 1 രൂപയാണ് പാർട്ടി ഫണ്ടിൽ അവസാനത്തെ കിടക്കുന്നതെങ്കിലും അതെടുത്ത് വിനിയോഗിച്ചിട്ടാണെങ്കിൽ പോലും ഈ ശിക്ഷ പോരാ എന്നത് വ്യക്തമാക്കി ഞങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തും. ഈ കൊലയാളി വിഭാഗത്തിൽ കത്തി മേടിച്ചു കൊടുത്തവരല്ല, കത്തി രാഗി കൊടുത്തവനുണ്ടെങ്കിൽ അവനെ അടക്കം ഇതിൽ പ്രതി ചേർക്കുന്നതോടം വരെ കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നതിൽ സംശയം വേണ്ട. രഞ്ജിത്ത് ഇപ്പോൾ ചർച്ചയ്ക്ക് കയറിയത് കൊണ്ട് കണ്ടോ എന്ന് എനിക്കറിയില്ല. കുഞ്ഞിരാമന്റെ ഒരു ബൈറ്റ് വരുന്നുണ്ട്. എന്താ അത്? 5 വർഷമല്ലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നോക്കൂ, 5 വർഷമല്ലേ ഉള്ളൂ തടവ്. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അത് എന്തുറപ്പാണ്, എന്തുറപ്പിലാണ് കുഞ്ഞിരാമൻ? ആ ഉറപ്പ് പാർട്ടി നൽകി കഴിഞ്ഞു. തീർച്ചയായും ലൂപ്പ് ഹോൾ ഉണ്ട് ഈ കേസിൽ. അത് കൃത്യമായി പ്രയോജനപ്പെടുത്തുമെന്ന് ആ പാർട്ടി അവർക്ക് പിന്തുണ നൽകി കഴിഞ്ഞു. അതായിരിക്കും ഉറപ്പ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF-ന്റെ കൺവീനറും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ ഉറപ്പ് നൽകി കഴിഞ്ഞു. ശ്രീ രഞ്ജിത്ത്, അത് മാത്രമല്ല, അതിനോടൊപ്പം നമ്മുടെ മുമ്പിൽ CPM ചരിത്രത്തിൽ, സമീപകാല ചരിത്രത്തിൽ ഈ കൊലയാളികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് കുഞ്ഞിരാമന്റെ മുമ്പിൽ ഉണ്ടെന്നേ. കൊടിസുനിക്ക് വേണ്ടി എന്താണ് ചെയ്തു കൊടുത്തത്? ജയിലിൽ കഞ്ചാവ് കച്ചവടം നടത്താനാണ് കൊടിസുനിയെ പറഞ്ഞു വിട്ടത്. കൊടിസുനി അടക്കം TP കേസിലെ പ്രതികൾ
പരോളിൽ വെളിയിലുണ്ടായിരുന്ന ദിവസമാണോ ജയിലിൽ ഉണ്ടായിരുന്ന ദിവസമാണോ കൂടുതൽ എന്ന് എടുത്തു നോക്കിയാൽ വെളിയിലുണ്ടായിരുന്ന ദിവസമാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ നമ്മുടെ നിയമ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിക്കുകയാണ്. പരോൾ ദിനങ്ങളൊക്കെ എണ്ണിയെടുത്താൽ വസന്ത് പറഞ്ഞതുപോലെ പുറത്താണ്. ഇപ്പോൾ കൊടിസുനിക്ക് അല്പം ദിവസം മുമ്പാണ് വീണ്ടും പരോൾ അനുവദിക്കുന്നത്. അത് പോലീസ് റിപ്പോർട്ടിന് എഗൻസ്റ്റായി സർക്കാർ തീരുമാനമായി വരികയാണ്. അങ്ങനെ ഇവരൊക്കെ അകത്തു പോയാലും സുഖകരമായി ജീവിക്കുന്ന സംവിധാനം ഒരുക്കി കൊടുക്കും. അതാണ് ഈ ഇരകളോട് ഈ പാർട്ടി ചെയ്യുന്ന വലിയൊരു പ്രതികാരം ഈ കേസിൽ ശിക്ഷ വിധിച്ചാൽ പോലും. ശ്രീ പിയേഴ്സൺ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഇതിനെതിരായി തിരിഞ്ഞേ പറ്റൂ. അത് തിരിഞ്ഞിട്ടുണ്ട് എന്നിപ്പോ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ സമൂഹം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ ന്യായീകരിക്കാൻ തയ്യാറില്ല. രാഷ്ട്രീയ പ്രവർത്തനം ആർക്കും നടത്താൻ കഴിയണം. കാരണം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പുലർത്താനായിട്ടുള്ള മനുഷ്യന്റെ അവകാശമാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. നിങ്ങളൊരു ഭരണകൂടം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ആ ഭരണകൂടത്തിനനുസരിച്ച് മാത്രമേ മനുഷ്യർ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന് എങ്ങനെ അംഗീകരിക്കാനായിട്ട് കഴിയും? ഒരു മനുഷ്യന് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണോ നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനവും പ്രസക്തമായിട്ടുള്ളത് അവന്റെ സ്വാതന്ത്ര്യമാണ്. അവന് ഇഷ്ടപ്പെട്ട ആശയങ്ങൾക്കനുസരിച്ച് ഇഷ്ടപ്പെട്ട മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അതാണ് നൽകാൻ ഈ ഭരണകൂടം തയ്യാറില്ലാത്തത്. നീ ഞങ്ങൾക്കെതിരെ നിന്നാൽ നിന്നെ കശാപ്പ് ചെയ്ത് കളയും എന്നാണ് പറയുന്നത്. ഇതെല്ലാം മൗലിക സ്വഭാവമുള്ള രാഷ്ട്രീയ സംഘടനകൾക്കും മതസംഘടനകൾക്കുമുള്ള സ്വഭാവമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഗൗരി ലങ്കേഷിനെ പോലെയുള്ള ആളുകൾ അവരുടെ അഭിപ്രായം പറയുന്ന സമയത്ത് അവരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങൾക്കെതിരെ സംസാരിച്ചാൽ, നിങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ നിങ്ങളെ ഉന്മൂലനം ചെയ്യും എന്ന് പറയുന്നതായിട്ടുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. അത്തരത്തിലുള്ള സന്ദേശം കൊടുക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനുഷ്യവിരുദ്ധമായിട്ടുള്ള സംവിധാനമാണ്. അതിനെ ഏതൊരു മനുഷ്യനും എതിർത്ത് പറ്റും എന്നുള്ളതാണ്. രണ്ടാമതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന നിലക്ക് നമുക്കതിനെ ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് കഴിയില്ല. ഈ ന്യായീകരണം, അതായത് മനുഷ്യൻ എന്ന നിലക്ക് ഉള്ള നമ്മുടെ ന്യായീകരണം നടത്താനായിട്ടുള്ള നമ്മുടെ അവകാശത്തെ വീണ്ടെടുക്കുന്ന വലിയൊരു പോരാട്ടം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ടതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അത് ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്, ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിട്ട് കണക്കാക്കരുത്. അത് കേരളത്തിലെ മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ഭരണകൂടം എന്ന് പറയുന്നത് മനുഷ്യനെതിരെ നിന്നാൽ മനുഷ്യൻ വളരെ നിസ്സഹായനാണ്. കാരണം അവന് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അവന്റെ എല്ലാ സംവിധാനങ്ങളെയും തകർക്കുന്ന അതിഭീകരമായിട്ടുള്ള പൽചക്രമാണ് ഈ ഭരണകൂടം എന്ന് പറയുന്നത്. ആ ഭരണകൂടത്തെ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയും ആ ഭരണകൂടവും എന്ന് പറയുന്നത് മനുഷ്യനെ സംരക്ഷിക്കാൻ നിന്നില്ല എങ്കിൽ മനുഷ്യരുടെ സ്ഥിതി വളരെ വളരെ അപകടകരമാണ്. ആ അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് പോലും അതിനെതിരെ പോരാടാനായിട്ടുള്ള ഊർജം, മനുഷ്യ ഊർജം എന്ന് പറയുന്നത് ശേഖരിക്കപ്പെട്ടു എന്നുള്ളത് ഈ കേസിന്റെ വിധിയുടെ സന്ദേശം. ദയവായി ഒന്ന് ക്ഷമിക്കണം സാർ, നമ്മുടെ ജയചന്ദ് സാറിന് പോകാനുണ്ട്. സാർ, അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിച്ചു, 2 മിനിറ്റ് കൂടി ഒരു മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കും. കാരണം ഇവർ ഈ ശിക്ഷ വിധിച്ചാൽ പോലും ഇവർക്കുള്ള വലിയ എന്താണ് സഹായം എന്ന് പറയുന്നത് സർക്കാർ ഭരിക്കുന്നത് CPM ആണ് എന്നുള്ളതാണ്. സർക്കാർ സംവിധാനത്തിൽ തലപ്പത്ത് CPM ആണ് എന്നുള്ളതാണ്. അവർക്ക് പരോളുകൾ കിട്ടും, അവർ പുറത്ത് വിലസും, അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ജയിലിലും കിട്ടും. അങ്ങനെ ശിക്ഷ വിധിച്ചാൽ പോലും ഭരണകൂടത്തിന്റെ ആനുകൂല്യങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന 14 പേരായി കൂടി ഇവർ മാറുകയാണ്. രഞ്ജിത്ത്, അവിടെ ഇപ്പോൾ ഇത് വസന്ത് പറഞ്ഞു, ചില ഈ മറ്റേ കൊടിസുനിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോൾ താങ്കളും അത് പിന്നെ എൻഡോസ് ചെയ്യുന്നത് പോലെയാണല്ലോ ഇവർക്ക് പരോള് കിട്ടാൻ പോകാമെന്ന് പറയുന്നത്. പരോള് കൊടുക്കുമ്പോൾ വിക്ടിം സൈഡ് നോക്കേണ്ട ഒരു കാര്യമില്ല. പരോള് കൊടുക്കുന്നതിന് അത് അറിയാത്ത ആളല്ല അഡ്വക്കേറ്റായിട്ടുള്ള വസന്ത് നന്നായിട്ടറിയാം. വിക്ടിം സൈഡ് നോക്കിയിട്ടല്ല ഒരു പരോളും പിന്നെ കൊടുക്കുന്നത്. അവിടെ നോക്കുന്ന അയാളുടെ ആ പരോള് ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ ഒരു വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലമാണ് നോക്കുന്നത്. ഒരു തടവുകാരന് 1 വർഷം 60 ദിവസത്തെ പരോളിന്, നിയമാനുസൃത പരോളിന് അർഹതയുണ്ട്. ഒറ്റയടിക്കല്ല, 2-3 ഘട്ടമായിട്ട് അർഹതയുണ്ട്. സാധാരണ പരോള് 45 ദിവസം, അടിയന്തര സാഹചര്യം വേറെയുമുണ്ട്. അത്രയും 105 ദിവസത്തെ ടോട്ടൽ പരോളിന് സാധാരണഗതിയിൽ 60 ദിവസം അത് അവകാശമുള്ളതാണ്. അതാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. നേരത്തെ കൊടുക്കാത്തവർക്ക് പിന്നീട് അവരുടെ മറ്റൊരു ജയിലിലേക്ക് മാറുമ്പോൾ അയാൾക്ക് ആ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് നോക്കിയിട്ടാണ് സാധാരണ ജയിൽ സൂപ്പർമാൻ ശുപാർശ ചെയ്യാറ്. അതാണ് ഇയാൾക്ക് ഈ സുനി എന്ന് പറഞ്ഞ പ്രതിക്ക് കിട്ടിയിട്ടുള്ളത്.
ഇപ്പോൾ താങ്കൾ ചോദിച്ചത് ഇനി ഇവർക്ക് പരോൾ കിട്ടുമോ? സാധാരണ ഇതിൽ 2 കൊല്ലത്തേക്ക് 2 വർഷം തടവുകാർക്ക് 2 വർഷം കഴിഞ്ഞേ പരോൾ അനുവദിക്കൂ. 2 വർഷത്തേക്ക് എന്തായാലും ഒരാൾക്കും പരോൾ കിട്ടില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ പരോളിലേക്ക് കടക്കുകയുള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ രഞ്ജിത്തെ. അത് വരട്ടെ. നമ്മൾ ഈ ആളുകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറത്ത് കാണുന്നുണ്ട്, അതിനെ ഒട്ടും ന്യായീകരിക്കാൻ പറ്റില്ല. ഈ അവർക്കൊക്കെ നേരത്തെ വസന്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ സമയം ഇവർ ജയിലിന് പുറത്ത് കഴിഞ്ഞ പ്രതികളാണ്. ടി പി ചന്ദ്രശേഖർ കേസിലേക്ക് പ്രതികളൊക്കെ നമുക്കറിയാം. അതൊക്കെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഭരണകൂടം നൽകുന്ന ആനുകൂല്യങ്ങളുടെ പുറത്താണ്. അത് ഇത്തരക്കാരുടെ ഇഷ്ടക്കാർക്ക് കൊടുക്കുന്ന സമ്മാനം കൂടിയാണ്. അങ്ങനെയൊന്നും അല്ല. വസന്തിന് അങ്ങനെ ഇഷ്ടക്കാർക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. അതിനൊക്കെ നിയമാനുസൃതമായ വഴികളിലൂടെ അല്ലാതെ. എന്തിനാണ് വിയ്യൂർ എന്ന് പറയുന്ന അതിതീവ്ര സുരക്ഷാ ജയിലിൽ വിയ്യൂർ എന്ന് പറയുന്ന അതിതീവ്ര സുരക്ഷാ ജയിലിൽ നല്ല നടപ്പിനായിരുന്നോ കൊടിസുനിക്കെതിരെ വീണ്ടും എഫ്ഐആർ ഇടേണ്ടി വരുമെന്ന് ജയിൽ വാർഡൻ നിർദ്ദേശിച്ചത്? അല്ല, അതിനുള്ളിൽ ആക്രമണം ഉണ്ടാക്കിയതിനാണ്. കൊടിസുനിയെ ഫോണുമായി എത്ര തവണ ജയിൽ വാർഡൻ പിടിച്ചിട്ടുണ്ട്, എത്ര തവണ റിപ്പോർട്ടുണ്ട്. കഞ്ചാവടക്കമുള്ള വസ്തുക്കൾ കൊടിസുനിക്ക് അതിനുള്ളിൽ ലഭ്യമാകുന്നു. അപ്പൊ നല്ല കുട്ടിയായിട്ട് ഞാൻ മറുപടി പറയട്ടെ. സർ. അല്ലല്ല, തവനൂർ ജയിലിൽ 2023 നവംബർ 11 തവനൂർ ജയിലിൽ പാർപ്പിക്കപ്പെടുന്നത് ഇയാൾ കൊടിസുനി. അപ്പോൾ 2024 നവംബർ 11 ആകുമ്പോൾ 1 വർഷം കഴിഞ്ഞു. അതിനുശേഷമാണ് അയാൾ പരോളിനുള്ള അവകാശം മൂവ് ചെയ്യുന്നത്, അയാളല്ല അയാളുടെ അമ്മ. അപ്പോൾ അതാണ് വരുന്ന പുതിയ സാഹചര്യം. ആ പുതിയ സാഹചര്യം വരുമ്പോഴേക്ക് കഴിഞ്ഞ 1 വർഷക്കാലത്ത് ഇയാളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, അതാണ് ജയിൽ സൂപ്രണ്ട് കൊടുക്കുക. കറക്ഷണൽ ഹോം എന്നാണല്ലോ പറയുന്നത് ജയിലിന്, അങ്ങനെയാണ് കൊടുക്കുക. നിയമപ്രകാരം അങ്ങനെയാണല്ലോ വസന്ത, അറിയാമല്ലോ. അത് ജയിൽ ഉപദേശക സമിതി ജില്ലാതലത്തിലും സ്റ്റേറ്റ് ലെവലിലും ഉള്ളതാണ്. അതിരിക്കട്ടെ, എനിക്ക് മറ്റൊരു ചർച്ച ഉള്ളതുകൊണ്ടാണ്, ദയവായി ക്ഷമിക്കുക. നമുക്കിനി വീണ്ടും ചർച്ച ചെയ്യാം. ഓക്കെ വസന്ത്, അതിലൊരു മറുപടി പറയാം. അതിന്റെ മറുപടി ഇതാണ്. ഒന്ന്, ഈ പരോളുമായി ബന്ധപ്പെട്ട് കോടതികൾ പലപ്പോഴും വിവക്ഷിച്ചിട്ടുള്ളത് റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് കേസ് എന്ന് കോടതി കാണുന്ന കേസുകളിൽ പരോളിന്റെ ജനറൽ നിയമങ്ങൾ പ്രാവർത്തികമാവില്ല. ഈ ടി പി ചന്ദ്രശേഖരന്റെ കേസ് അങ്ങനെയാണ് കോടതി കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് വിയ്യൂരിലേക്ക് ആരെ വിടുന്നത്, കൊടിസുനിയെ വിടുന്നത്. വിയ്യൂരിൽ നിന്ന് എന്തിനാണ് ധൃതിപ്പെട്ട് തമന്നൂരിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്, അദ്ദേഹം എന്ന് പറയുന്ന ഈ നരാധമനെ മാറ്റിയത് എന്ന് ചോദിച്ചാൽ ശ്രീ രഞ്ജിത്ത്, അതിൽ ഒരു കാര്യമാണുള്ളത്. ഒന്ന്, വിയ്യൂർ ജയിലിൽ വെച്ചാണ് ഇയാൾ മറ്റ് പ്രതികളോട് സംഘർഷമുണ്ടാക്കുകയും അതിന്റെ പേരിൽ ജയിൽ വാർഡൻ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് ഒരു കാരണവശാലും പരോൾ കൊടുക്കാൻ പാടില്ല. ഒന്ന്. രണ്ട്, ഇതേ കൊടിസുനിയാണ് ജയിലിനുള്ളിൽ ഇരുന്നു കൊണ്ടാണ് കണ്ണൂരിലെ സ്വർണം പൊട്ടിക്കൽ കേസിൽ കൺട്രോൾ ചെയ്തത്, അതിനെ മാനേജ് ചെയ്തത് എന്ന റിപ്പോർട്ട് വെളിയിൽ വന്നു. ഇങ്ങനെ റിപ്പോർട്ടുകൾ വന്നപ്പോൾ ധൃതിയിട്ട്, അതായത് നമുക്കറിയാം വിയ്യൂർ ജയിലിനേക്കാൾ വലിയ ജയിലല്ല തവനൂര്. വിയ്യൂറിൽ നിർത്തിയാൽ പോരാ, ഇവനെ കുറച്ചുകൂടി വലിയ ജയിലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള അർത്ഥത്തിലോ ഉദ്ദേശത്തിലോ അല്ല സർക്കാർ. മറിച്ച് വിയ്യൂരിനേക്കാൾ ചെറുതായ ജയിൽ വാർഡൻ, സർക്കാർ പറഞ്ഞാൽ കേൾക്കുന്ന ജയിൽ വാർഡൻ പോലീസിനുള്ളിലെ തന്നെ സഹാവായ ജയിൽ വാർഡനുള്ള തവനൂരിലേക്ക് ധൃതിയിട്ട് കൊടിസുനിയെ മാറ്റിയത്. തവനൂരിൽ സുനി വന്നിട്ട് എത്ര ദിവസമായി എന്നതൊന്ന് അന്വേഷിച്ചു നോക്കണം കേട്ടോ. കൊടിസുനിക്ക് പരോള് കിട്ടാൻ വേണ്ടി മാത്രമാണ് അമ്മാച്ചൻ വീട്ടിൽ നിന്ന് അമ്മാമ്മ വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചത്, വിയ്യൂരിൽ നിന്ന് മാറ്റി തവനൂരിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് നിയമത്തിന്റെ ആനുകൂല്യമോ മനുഷ്യത്വമോ ഒന്നും ആ കേസിൽ പറയാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. CPM പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൂടുതൽ വികൃതമാക്കപ്പെടുകയുള്ളൂ അങ്ങനെ ന്യായീകരിക്കാൻ പോയാൽ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അത് വളരെ പ്രധാനമാണ്. ശ്രീ എം ജയചന്ദ്രൻ ചർച്ചയില്ല, അദ്ദേഹം മറ്റൊരു ചാനലിൽ ചർച്ചയിൽ പോയി. NM Pierce, ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ ഇതിനൊക്കെ നമുക്ക് ഈ സംഭവങ്ങളുടെ പേരിൽ ഇതിപ്പോൾ പ്രതികളൊക്കെ ഇവരുടെ ഈ ശിക്ഷാവിധിയൊക്കെ വരുമ്പോൾ പലവിധ ന്യായങ്ങൾ പറഞ്ഞ് ശിക്ഷ കുറയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അവർക്ക് പല വാദങ്ങളുണ്ടായിരുന്നു. പ്രായമുള്ള അമ്മയുണ്ട്, വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്, പൊട്ടിക്കരയുന്നവരെയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇവരൊക്കെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവുകയാണ്. സംരക്ഷണം എന്തായാലും ജയിലിനുള്ളിൽ കഴിയണം ഇത്രയും നാൾ. അവർക്ക് പൊതുസമൂഹത്തിൽ അവരുമായി ബന്ധപ്പെട്ട ചിത്രം മാറും. പിന്നെ പുറത്തിറങ്ങുമ്പോൾ പോലും ഇവരെപ്പോഴും ചിത്രീകരിക്കപ്പെടുന്ന കൊലപാതകികളും തരത്തിൽ തന്നെ ആയിരിക്കും, യാതൊരു സംശയമില്ല. പിന്നെ മാറിയ സമൂഹത്തിൻ്റെ വിശ്വാസം കൂടി ഇവർക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യം സംശയമില്ല. അങ്ങനെ കൊലപാതക രാഷ്ട്രീയത്തിന് വളരെ പതിയെ വിട പറയുന്ന ഒരു സമയം കൂടി കേരളത്തിൽ സംജാതമാകുന്നുണ്ട്. ശ്രീ പിയേഴ്സൺ. അതെ, ഞാനും അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നത്. കാരണം ഈ രാഷ്ട്രീയ കൊലപാതകത്തെ ന്യായീകരിക്കാനായിട്ട് പറ്റാത്ത തരത്തിലേക്ക് നമ്മളുടെ മനോഘടനയും
രാഷ്ട്രീയ സംസ്കാരവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് ന്യായീകരിക്കാൻ ഒരു കാരണവശാലും ഒരു മനുഷ്യൻ സാധ്യമല്ലാത്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. മുൻപ് അങ്ങനെ ആയിരുന്നില്ല ഇതിനെ കണ്ടിരുന്നത്. ആ മുൻപത്തെ ഒരു സ്റ്റേജിന് വലിയ തരത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റം സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നമ്മുടെ സമൂഹം ഒരു കാരണവശാലും ഈ രാഷ്ട്രീയ കൊലപാതകത്തെ ന്യായീകരിക്കാൻ പാടില്ല. ഒരു പാർട്ടിയും അത് ന്യായീകരിക്കാൻ പാടില്ല. CPM ഇപ്പോൾ ന്യായീകരിക്കുന്ന സമയത്ത് എത്രയോ പരിതാപകരമായിട്ടുള്ള രീതിയിൽ അതിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് തകരാറിലാകുന്നുണ്ട്. കാരണം നമുക്കറിയാം, കാസർഗോഡ് ഈ കൊലപാതകം സൃഷ്ടിച്ച ഏറ്റവും വലിയ ആഘാതം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്നതായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തന്നെയാണ്. അത് കാസർഗോഡ് മാത്രമല്ല, അത് കേരളത്തിൽ മുഴുവനുമായിട്ട് വ്യാപിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ സ്വന്തം കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിന് കാരണമായി തീരുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് എന്ന തിരിച്ചറിവിലേക്ക് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എത്തിക്കുക എന്ന് പറയുന്ന ചുമതല കേരള സമൂഹത്തിൻ്റെതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എത്തിച്ചാൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടി ഡെമോക്രാറ്റിക്കായ, കുറച്ചും കൂടി ജനാധിപത്യപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാധ്യതയെ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. കേരളം വളരെയധികം പൊളിറ്റിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് എന്ന് പറയുന്ന സമയത്ത് പോലും ആ പൊളിറ്റിക്കലൈസേഷൻ അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുന്നത് എത്രത്തോളം ആശയത്തെ അല്ലെങ്കിൽ ആദർശത്തെ അധിഷ്ഠിതമാക്കി നിൽക്കുന്നതാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് അത് വളരെ വളരെ പരിതാപകരമാണ്. ഒരു പുറന്തോട് മാത്രമാണ്. കാരണം ഒരു അടിമ മനസ്ഥിതി മനുഷ്യനിൽ ഉണ്ടാവുകയും എന്നിട്ട് സ്വന്തം പാർട്ടിക്കാർ, ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ, ആ സ്വന്തം പാർട്ടിക്കാർ ചെയ്യുന്ന എല്ലാവിധമായിട്ടുള്ള അന്യായങ്ങളെയും ന്യായീകരിക്കുന്ന തരത്തിലേക്ക് ഒരുതരം അടിമ മനസ്ഥിതി മനുഷ്യനിൽ നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അടിച്ച് പൊളിച്ചു കളയേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കും ശരിയായിട്ടുള്ള രീതിയിലുള്ള സാമൂഹ്യ നിർമ്മാണങ്ങളിലേക്കും പോകാനായിട്ട് കഴിയുള്ളൂ. നമ്മള് കേരളത്തെ കുറിച്ച്, കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ വലിയ തരത്തിൽ സംസാരിക്കുന്ന സമയത്ത് അത് നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയണമെങ്കിൽ ഈ രാഷ്ട്രീയ അടിമത്തം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തിന്റെ ഒരു കൾച്ചർ ആകാൻ പാടില്ല. തീർച്ചയായും നന്ദി ശ്രീ NM പിയേഴ്സൺ, ഒപ്പം ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ശ്രീ ജയചന്ദ്രൻ, ഒപ്പം സത്യനാരായണൻ ഈ ചർച്ചയുടെ ഭാഗമായതിന്. പെരിയ വിധി CPM-ന് ഏറ്റ രാഷ്ട്രീയ തിരിച്ചടിയോ എന്നതായിരുന്നു പ്രേക്ഷകർക്കായി മുന്നോട്ട് വെച്ച ചോദ്യം. അതെ എന്ന് 88% ആളുകൾ അഭിപ്രായപ്പെട്ടു. 9% ആളുകൾ അല്ല എന്ന് പറഞ്ഞു. നിഷ്പക്ഷമായി 3% ആളുകളും നിന്നു. പ്രൈം ഡിബേറ്റ് നാളെ മറ്റൊരു വിഷയമായി എത്താം. ഇനി KP അഭിലാഷ് ചേരും മറ്റൊരു ചർച്ചയുമായി.